ആത്മാവിൻ്റെ കലയാണ് നാടകം. മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന കല. ഇന്ന് കൊള്ളയും കൊള്ളയൊപ്പും അക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പ്രതികരിക്കാൻ മറന്നുപോകുന്നു. നിങ്ങളെവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. കൊച്ചിൻ സംഘമിത്ര അവതരിപ്പിക്കുന്നു ആയുധപന്തയം. उत्तिष्ठता जाग्रता प्राप्यवरा निबोधिता. ഉണർവിൻ്റെ ശംഖനാദം മുഴക്കൂ, ഉയിർപ്പിൻ്റെ ഗാന്ധീവം കുലയ്ക്കൂ, ഉഷസന്ധ്യാദീപം തെളിക്കൂ, നമ്മൾ ഉദയാർക്ക മന്ത്രം ജപിക്കൂ. കൊച്ചിൻ സംഘമിത്ര അവതരിപ്പിക്കുന്നു ആയുധപന്തയം. പന്തയം പന്തയം ആയുധ പന്തയം. നാടകരചന രാജൻ കിഴക്കനേല. ഗാനങ്ങൾ ചാത്തന്നൂർ മോഹൻ. സംഗീതം ഫ്രാൻസിസ് വലപ്പാട്. രംഗശില്പം ആർട്ടിസ്റ്റ് സുജാതൻ. സംവിധാനം സതീഷ് സംഘമിത്ര. മാന്യരെ, ചരിത്രപ്രസിദ്ധമായ ദേവപുരിമണയും 101 ഏക്കർ പറമ്പും വിൽപ്പനയ്ക്ക്. താല്പര്യമുള്ളവരിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിച്ചുകൊള്ളുന്നു. കൂടുതൽ തുകയ്ക്കുള്ള കൊട്ടേഷൻ സ്വീകരിക്കുന്നതും ആയവർ തമ്മിലുള്ള ലേലം വിളിയിൽ കൂടുതൽ തുക ലേലം വിളിക്കുന്നയാളിന് മണയും പറമ്പും വകയിരുത്തി കൊടുക്കുന്നതുമാകുന്നു എന്ന് ദേവേന്ദ്രൻ പട്ടുതിരിപ്പാടിന് വേണ്ടി കരുണാകര കമ്മത്ത് ഒപ്പ്. ഇപ്രകാരം നമ്മുടെ പരസ്യം കണ്ടെത്തിയിരിക്കുന്ന എല്ലാവർക്കും കരുണാകര കമ്മത്തിന്റെ നമസ്കാരം. കമ്മത്ത്, എന്താകുന്നു? ലേലത്തിന് സമയമായോ? ആയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടികളൊക്കെ എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലിനി വൈകിക്കണ്ട. മാരുതിയിൽ ഒരു മനോഹരി പെൺകുട്ടിയുടെ കൂടെ മറ്റൊരു പെൺകുട്ടി. കടവുളിയെ കമ്മത്തിന് ശരീരം കുളിർന്നുണ്ട്. കമ്മത്തെ, 50ഓളം ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ എസ്റ്റിമേറ്റിനും ലക്ഷ്യത്തിന് അടുത്ത് വരുന്നത് തീരെ ചുരുക്കം. വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം 7 ആപ്ലിക്കേഷൻസ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകൾ വിളിച്ച് ഹാളിലേക്ക് കയറ്റിയെടുത്തു. കമ്മത്തെ, 101 ഏക്കർ സമചരത്തിൽ അതിവിശാലമായ പറമ്പും അതിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മനയും, പറമ്പിൽ അങ്ങിങ്ങായി അഗസ്ത്യക്കുളത്ത് പോലും ലഭ്യമല്ലാത്ത അപൂർവങ്ങൾ ഔഷധച്ചെടികൾ. ഇത് അപൂർവമായ ഒരു അസറ്റാണ്. ഇത് സ്വന്തമാക്കാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുന്നവർ തമ്മിൽ അതിശക്തമായ മത്സരം നടന്നിരിക്കും. ആ കോമ്പറ്റീഷൻ നാം മാക്സിമം മുതലെടുക്കേണ്ടിയിരിക്കുന്നു. ലേലത്തിൽ ടോപ്പ് മത്സരത്തിൽ കോമ്പറ്റീഷൻ കംപ്ലീറ്റ് കെട്ടടങ്ങിയെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ കമ്മത്ത് ലേലം സ്ഥിരപ്പെടുത്താവൂ. അണ്ടർസ്റ്റാൻഡ്? ഇക്കടക്കിടുന്ന് ലേലം പൊടിപൊടിക്കും. കമ്മത്തിന് കാസഞ്ചാരടിച്ചു പോരാം. Invite them to hall and start the quotation. Yes, sir. Quotation start. Quotation number 1. Muhammad Kannu Kozhikode. Muhammad Kannu Kozhikode. എത്തിയിട്ടില്ല. Number 2. ദാമോദരപ്പതു വാളികാസർഗോഡ്. ദാമോദരപ്പതു വാളികാസർഗോഡ്. വാലും ചുരുക്കിന് തിറ്റ്ലിസ്റ്റ്. ഇല്ല. Number 3. തൊലിക്കട്ടി തോമാച്ചൻ. തൊളിക്കട്ടി തോമാച്ചൻ.
തൊഴിക്കട്ടി തോമാച്ചനല്ല ഇഷ്ടം. പിന്നെ? തൊഴിക്കോട് തോമാച്ചൻ മുതലാളി. ഞാൻ അദ്ദേഹത്തിന്റെ പിയെ കോത്താഴത്ത് കൊച്ചു പറയും. ഇരിക്കാം. ആ ഒന്നിറുക്കിയിട്ടൊക്കെ ചെന്നാ മതിയെന്ന് ഏ. മുതലാളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദേ ഒരു 25 ലക്ഷം രൂപ റൊക്കം അവർ എണ്ണിത്തരും. ഈ മോന ഒന്ന് ഒതുക്കി തരാമോ? ഏത് മോണ? ഈ വിൽക്കാനിട്ടിരിക്കുന്ന മോനയെ. എടോ ഇത് മോണയല്ലടോ, ഏ. മണ മണ. ആ മോണയല്ല മനയാണല്ലേ. മന മന. ആ, എന്ത് കുന്തമായാലും ശരി തോമാച്ചു മുതലാളിക്ക് ഇത് വാങ്ങിയിട്ട് വേണം നമ്മുടെ കൽപ്പവാണി സ്റ്റൈല് ഒരു കള്ള് ഷാപ്പും പിന്നെ കേബിൾ ഡാൻസ് തുടങ്ങാമെന്ന്. എന്തൊക്കെ ഡാൻസ്? കേബിൾ ഡാൻസ് എന്ന് മനസ്സിലായില്ല? ഇല്ല. കമ്മത്തിന് ശരീരം പെരുത്തു പറഞ്ഞു കേട്ടാ. അപ്പൊ അത് കമ്മത്ത് നേരിട്ട് കണ്ട എന്തായിരിക്കും അവസ്ഥ? ദേ ഇത് മുതലാളിന്റെ പേര് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കമ്മത്തിന് 10,000 രൂപ കമ്മീഷൻ, പിന്നെ ഡെയിലി കള്ളും കേബിൾ ഡാൻസ് ഫ്രീ എന്ന് ഫ്രീ. അപ്പൊ നമ്മുടെ അധികം ബുദ്ധിമുട്ടണമെന്നില്ല. അതിന് തരം പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇരിക്കാം. ലേശം വിക്കുണ്ടല്ലേ? ലേസം സട്ടുണ്ടല്ലേ. നമ്പർ 4 ഭാസ്കർ റെഡ്ഡിയാർ കൊള്ളാം. ഭാസ്കർ റെഡ്ഡിയാർ കൊള്ളാം. അവരാരും വന്നിട്ടില്ല ഇഷ്ട. ഇല്ല. നമ്പർ 5 കടൂളി. അടുത്തത് മാറുതിക്കാരിൽ വന്ന പെൺകുട്ടിയാകുന്നു. ഗായത്രി ദേവി ഫ്രം കന്യാകുമാരി. ഗായത്രി ദേവി ഫ്രം കന്യാകുമാരി. Kanyakumari. She is my elder sister, Gayatri Devi. I am Karnagara Kamath and Devpuri Mana is my manager. Devpuri Mana നിങ്ങളുടെ മാനേജറാണല്ലേ? No, നമ്മൾ ദേവപുരി മണിയുടെ മാനേജർ ആകുന്നു. Oh, I see. Nice meeting you. നമുക്ക് പേരത്തെ സന്തോഷമായി പോയി കേട്ടാ. നമ്മുടെ ഭാര്യ പോലും നമ്മളെ ഇങ്ങനെ പിടിച്ച് കുളിക്കിട്ടില്ല. കമ്മത്തിന് ഒരു മാസത്തേക്ക് കുശാലായി. നമുക്ക് ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് കുശലായി. തനിക്കെന്തൊരു കാര്യം പണ്ടാർക്കിടോ. You want to put in the seat, Amma. Number 6, Ram Manohar from Mumbai. Ram Manohar from Mumbai. അല്ല വിട്ടുപോയൊരു പേരുണ്ട് അവകാശി മുഞ്ഞി വീർപ്പിച്ചോണ്ട് മുറ്റത്തിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ കച്ചവടത്തിനൊന്നും നേരമല്ല. ഇവിടെ ലേലം വിളി തുടങ്ങാൻ പോകുന്നു. നമ്മളും അതിന് വന്നാണപ്പാ. എന്തേ നമ്മളെ കണ്ട് അനക്ക് പിടിച്ചില്ലേ? ഓ ഞമ്മന്റെ ഈ വേഷം റബ്ബില്ലാലമീനായ തമ്പുരാനെ, അതൊക്കെ നമ്മുടെ ഒരു ഹിക്കുമത്തല്ലേ. കാഴ്ചയിൽ നമ്മളൊരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നു, പക്ഷേല് സുൽത്താനാണ്. സുൽത്താൻ ശൈത്താൻ അല്ലടാ ഹിമാറെ, സുൽത്താൻ. കോഴിക്കോട് വെട്ടിപ്പിടിച്ച സുൽത്താൻ. ടിപ്പു സുൽത്താൻ. ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. സ്വർണ്ണക്കച്ചവടം, ജൗളി കച്ചവടം, അത്തർ കച്ചവടം. ബോംബെയിലും അബുദാബിയിലും പെരുത്ത് പേരുള്ള തലയെക്കെട്ടുള്ള തറവാട്ടുകാരാണ് മുഹമ്മദ് കണ്ണു സുൽത്താൻ. ആ പേര് നമ്മൾ നേരത്തെ വിളിക്കലാകുന്നു. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? വിളിച്ച ഓ നമ്മളൊരു നിമിഷം ഒരു സീനറി കണ്ട് പുറത്തോട്ടൊന്ന് പോയി. എന്തോട്ട് സീനറി? ചമ്പുരാനെ, കായ് പോയാലും വേണ്ടിയില്ല, ഈ വസ്തു ഞമ്മക്ക് വേണം. ബോംബെയിലും അബുദാബിയിലും കാണാത്ത ഒരുമാതിരി പെൺപിള്ളേരുണ്ട് ഇവിടെ. കറുത്തിട്ടാണേലും എന്റെ ചങ്ങാതി എന്താ ഒരു മൊഞ്ച്. എടോ, അവർ കാട്ടുജാതിക്കാരാണ്. വേണ്ടാത്ത കാര്യത്തിന് അവരെ നോക്കിയാൽ കാട്ടുമൂപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി ശരീരത്തിന്റെ വേണ്ട ഭാഗവും വേണ്ടാത്ത ഭാഗവും വെട്ടി നുറുക്കി ദേവിക്ക് കുറുതി കൊടുക്കുമല്ലോ. നമ്പർ 7, രാജീവ് വർമ്മ ഫ്രം തിരുച്ചെണ്ടൂർ. രാജീവ് വർമ്മ ഫ്രം തിരുച്ചെണ്ടൂർ. അവരാരും വന്നിട്ടില്ല. 3 പാർട്ടിക്കാരായില്ലേ. ആരംഭിച്ചൂടെ? ആരംഭിക്കാം. അതിനു മുമ്പ് ഈ മനുഷ്യൻ ഇവിടെ നിന്ന് മാറ്റും. നമ്മളൊരു സാധുവാണ് കേട്ടാ. നമ്മളവരെ മുട്ടാണ്ട് വിടുന്നോളാം. നമുക്ക് മനസ്സിലായി. ഒരു പെൺകുട്ടി ഇറക്കുമ്പോ ഒരു പുരുഷൻ കൂട്ടത്തിൽ ഇറക്കുന്നത് ശരിയല്ല. ഇവിടെ ലേലത്തിൽ വന്നിരിക്കുന്ന ഒരു പുരുഷനും ആ പെൺകുട്ടിയെ തൊടാൻ പാടില്ലാത്തതാകുന്നു. ഇത്രയൊക്കെ സ്ഥിതിക്ക് ലേലം വഴി നമ്മൾ തന്നെ തുടങ്ങി വെക്കാം. മുഹമ്മദ് കണ്ണു സുൽത്താൻ 35 ലക്ഷം രൂപ ഒരു തരം. ലേലം താൻ വിളിക്കണ്ട, നമ്മൾ വിളിച്ചോളാം.
മുഹമ്മദ് കണ്ണി ഷെയ്ത്താൻ 35 ലക്ഷം രൂപ. ശൈത്താൻ അല്ലടാ ഹിമാറേ, സുൽത്താൻ. സുൽത്താനെങ്കിൽ സുൽത്താൻ. 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ ഗായത്രി ദേവി. 41 ലക്ഷം രൂപ. 41 ലക്ഷം രൂപ തന്റെ നാട്ടിൽ സ്വാധീനില്ലേ ലേലം വിളി ഞാനങ്ങൾ നടത്താണ്. നമുക്കങ്ങനെ സ്വാധീനം ഇല്ലാത്ത പലതും ഉണ്ട്. അതൊക്കെ തന്നെ ഏൽപ്പിക്കാൻ പറ്റുമോ? പണ്ടാണ് ഇരിക്കണോ? 45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഷെയ്ത്താൻ 45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപ ഷെയ്ത്താൻ. 50 ലക്ഷം രൂപ. സുമ്മാതിരി ഷെയ്ത്താനെ. 50 ലക്ഷം രൂപ ഗായത്രി ദേവി. 50 ലക്ഷം രൂപ ഗായത്രി ദേവി. 50 ലക്ഷം രൂപ. 50,100,000 രൂപ. കമാൽ, വെറും ചീപ്പ് വിളിക്കാനും മരിച്ചു നീട്ടാനാണ് ഭാവമെങ്കിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പെങ്കൊച്ചങ്ങളുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കണം. സെയ്ത്താനെ, അത് മാലാകിന് 5 രൂപ വീതം കൂട്ടി വിളിച്ചാൽ മതി എന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഷെയ്ത്താനും ഗായത്രി ദേവിയും കൂടെ സാക്ഷാൽ പേട്രിയേറ്റ് തൊടുത്ത് വിടുമ്പോഴാ തന്റെ ഒരു മുടിഞ്ഞ സ്കർട്ട് 1 ലക്ഷം രൂപയിൽ കുറഞ്ഞ് വിളിക്കാൻ പാടില്ലാത്തതാകുന്നു. എന്നാ ഈ ലേലത്തിൽ ഞാൻ അങ്ങ് പങ്കെടുക്കുന്ന ശവി. വലിയ ഉപഹാരം. 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഷെയ്ത്താൻ പിടിവിടില്ല. 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഒരു തരം. 65 ലക്ഷം രൂപ. ചുമ്മാതിരി ഷെയ്ത്താനെ. 65 ലക്ഷം രൂപ ഗായത്രി ദേവി. 65 ലക്ഷം രൂപ. ഈ മണം ദുബായിക്ക് തന്നുവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 65 ലക്ഷം രൂപ. 65 ലക്ഷം രൂപ ഗായത്രി ദേവി. 70 ലക്ഷം രൂപ. 70 ലക്ഷം രൂപ ഗായത്രി ദേവിക്ക് മണം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് 70 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഷെയ്ത്താൻ 70 ലക്ഷം രൂപ. 70 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഒരു തരം. 75 ലക്ഷം രൂപ. ചുമ്മാതിരി ഷെയ്ത്താനെ. ഈ മണം തരില്ല. 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ ഗായത്രി ദേവി. ഗായത്രി ദേവി 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാകുന്നു. ഇപ്പൊ ഷെയ്ത്താൻ താഴെയാകുന്നു. 75 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപയ്ക്ക് ഷെയ്ത്താൻ മുകളിലാകുന്നു. ഇപ്പൊ ഗായത്രി ദേവി താഴെയാകുന്നു. 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപ ഷെയ്ത്താൻ. ഒരു തരം. 80 ലക്ഷം രൂപ ഷെയ്ത്താൻ. 1.5 തരം. 85 ലക്ഷം രൂപ. ഷെയ്ത്താനെ പോയി. 85 ലക്ഷം രൂപ. 85 ലക്ഷം രൂപയ്ക്ക് ഗായത്രി ദേവി വീണ്ടും മുകളിൽ വന്നിരിക്കുന്നു. ഇപ്പൊ ഷെയ്ത്താൻ താഴെയാകുന്നു. 85 ലക്ഷം രൂപ. 85 ലക്ഷം രൂപ. എന്താ പരിഗണന കേട്ട് വിളിക്കാനുണ്ടോ? ചമ്പുരാനെ, വിളിച്ച് പെങ്കൊച്ചുങ്ങൾ നമ്മളെ കൂടി വിലക്കെടുക്കുന്ന തോന്നുന്നത്. വിരോധമല്ല കേട്ടോ. കാണാൻ മുഞ്ചുള്ള പെങ്കൊച്ചുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഞമ്മക്ക് പെരുത്തിട്ടോ. നിങ്ങൾ വിളിച്ചോ, മുക്കി വിളിച്ചോ. നമ്മൾ പുറത്തു പോയി വല്ല സീനറി ഉണ്ടോ നോക്കട്ടെ. വരട്ടേടോ വിൽക്കാം. ബാക്കി നമ്മൾ പിന്നെ പറയാം. നമ്മൾ 3 തരം വിളിച്ച് ലേലം സ്ഥിരപ്പെടുത്തിയിട്ടുള്ള 85 ലക്ഷം രൂപ ഗായത്രി ദേവി. ഒരു തരം. 85 ലക്ഷം രൂപ ഗായത്രി ദേവി. 86 ലക്ഷം രൂപ. അങ്ങനെ അനധികൃതമായി കടന്നു വന്ന ആർക്ക് ലേലം വിളിക്കാൻ പറ്റില്ല. അനധികൃതമായിട്ടല്ല, ആധികാരികമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളാരാണ്? രാജീവ് വർമ്മയ്ക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. രാജീവ് വർമ്മയ്ക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ അവകാശമുള്ളതാകുന്നു. ഇത് ആപ്ലിക്കേഷൻ വിളിച്ചോളൂ. 86 ലക്ഷം രൂപ. ഗായത്രി, എന്റെ ചേച്ചി, 85 ലക്ഷം രൂപയിൽ ഒരു പൈസ കൂട്ടി നമുക്ക് ഈ ലേലം കൊള്ളണ്ട. നമുക്ക് തിരിച്ചു പോകാൻ കുട്ടി. ഇല്ല ചേച്ചി, അങ്ങനെ ഒരു രാജീവ് വർമ്മയുടെ മുന്നിൽ തോറ്റു മടങ്ങി പോകാൻ ഗായത്രി തയ്യാറല്ല. എന്ത് വില കൊടുത്തും ഈ മനയും പറമ്പ് ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഗായത്രി ദേവി 90 ലക്ഷം രൂപ. ഗായത്രി ദേവി 90 ലക്ഷം രൂപ. 90 ലക്ഷം രൂപ. ആരെങ്കിലും കേട്ട് വിളിക്കാണ്ടോ ചോദിച്ചുകൊണ്ട് 90 ലക്ഷം രൂപ. 91 ലക്ഷം രൂപ. ഷെയ്ം. 5 ലക്ഷം വീതം കൂട്ടി വിളിക്കാൻ പോക്കില്ലാത്ത രാജീവ് വർമ്മ എനിക്കൊരു എതിരാളിയല്ല. 95 ലക്ഷം രൂപ. 95 ലക്ഷം രൂപ. 95 ലക്ഷം രൂപ. ഇനി വിളിക്കാണ്ടോ? എന്താ പറയുന്നത്? 95 ലക്ഷം രൂപ. എനിക്ക് 1 മിനിറ്റ് സാവകാശം വേണം. സാധ്യമല്ല. ഒരു സെക്കൻഡ് പോലും അനുവദിക്കാൻ പറ്റില്ല. കമാൽ, എത്രയും പെട്ടെന്ന് ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ് മര്യാദ. പ്ലീസ് 1 മിനിറ്റ് അനുവദിക്കണം. ലേലം ഗായത്രി ദേവിയുടെ പേരിൽ സ്ഥിരപ്പെടുത്താൻ പോകുന്നു. 95 ലക്ഷം രൂപ ഗായത്രി ദേവി. ഒരു തരം. 95 ലക്ഷം രൂപ ഗായത്രി ദേവി. 2 തരം. 95 ലക്ഷം രൂപ ഗായത്രി ദേവി. 1 കോടി രൂപ. സോറി, എൻ്റെ പ്ലെയിൻ ലേറ്റ് ആയതുകൊണ്ട് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഐ ആം രാജീവ് വർമ്മ ഫ്രം തിരുച്ചെന്തൂർ.
അട്ടെ, ഈ ലേലത്തിൽ എന്നോട് ഏറ്റുമുട്ടുന്ന പ്രധാന കക്ഷി ആരാണ്? ഈ നിൽക്കുന്ന മിസ് ഗായത്രി ദേവി ഫ്രം കന്യാകുമാരി. വണ്ടർഫുൾ. ഉദയവും അസ്തമയം ഒരുപോലെ കാണാൻ കഴിയുന്ന നാടാണല്ലോ കന്യാകുമാരി. എന്താ, ഏറ്റുമുട്ടുന്നുണ്ടോ? ഉണ്ട്. നാരായണൻകുട്ടി, ഒരു മാൻപേടയ്ക്ക് സിംഹവുമായി ഒന്ന് കൈയടിക്കാൻ മോഹം. സഹതാപമോർത്ത് സിംഹം പിന്തിരിഞ്ഞാൽ മാൻകുട്ടി അതിനെ ഭീരത്വം എന്ന് വ്യാഖ്യാനിക്കും. വളരെ സർ. ചോദിച്ചില്ല. ലാഭവും നഷ്ടമൊന്നും നോക്കണ്ട, തുകയും കാര്യമാക്കണ്ട, ഇഷ്ടം പോലെ കൂട്ടി വിളിച്ചോളൂ. ശരി സർ. ഗായത്രി, എന്റെ ചേച്ചി, ആവശ്യമില്ലാത്ത മത്സരത്തിനൊന്നും നിൽക്കണ്ട, നമുക്ക് പോയേക്കാം കുട്ടി. വന്നിരിക്കുന്ന സിംഹമൊന്നുമല്ല ചേച്ചി, കൂട്ടം തെറ്റിയത് വികൃതിക്കുരങ്ങനാ. ആ കുരങ്ങന്റെ വികൃതി 1 കോടിയിലെത്തി നിൽക്കുന്നു. എന്താ, അതിനെ കടത്തിവെട്ടാൻ മാൻകുട്ടി മറ്റൊരു വികൃതി കാട്ടുന്നോ അതോ പിന്തിരിഞ്ഞോടുന്നോ? താങ്കളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മിസ്റ്റർ കമാൽ. ഈ ലേലം എനിക്ക് വേണ്ടി 1 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കണം. എനിക്ക് ചേച്ചിയുമായി ചിലത് ആലോചിക്കാനുണ്ട്. നോ, ഒരു സെക്കൻഡ് പോലും അനുവദിക്കാൻ സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ കൂട്ടി വിളിക്കുക, ഇല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് ലേലം എന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുക. കമാൽ, രണ്ടാളും കൂടെ നമുക്കിട്ട് രാസായുധം പ്രയോഗിക്കൂ. എക്സ്ക്യൂസ് മീ, ഐ ആം ദേവേന്ദ്രൻ പട്ടേൽ. ഈ മനയുടെ ഒരു അവകാശം. ഹലോ, യാതൊരു കാരണവും കൂടാതെ ലേലം ക്യാൻസൽ ചെയ്യാനും പോസ്റ്റ്പോൺ ചെയ്യാനും നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ. ഈ ലേലം ഇന്നേക്ക് 10-ാം ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഇനി ഒരു യാത്രയ്ക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകും എന്നറിയാം. വിരോധമില്ലെങ്കിൽ അടുത്ത ലേല ദിവസം വരെ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി ഈ മനയിൽ തന്നെ കഴിയാം. അതുവരെ ഞങ്ങൾ ഇവിടെ കഴിയാൻ തീരുമാനിച്ചു. സിംഹം പിന്തിരിഞ്ഞാൽ മാൻകുട്ടിയാനും വീരത്തൊന്ന് വ്യാഖ്യാനിക്കും. കറക്റ്റ്. അതുകൊണ്ട് ഞങ്ങളും ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചു. ഇന്നേക്ക് 10-ാം ദിവസം സിംഹക്കുട്ടിയും മാൻകുട്ടിയും തമ്മിലൊരു മുട്ടങ്ങ് മുട്ടും. പന്തയം പന്തയം ആയുധ പന്തയം. പന്തയം പന്തയം ആയുധ പന്തയം. പന്തയം പന്തയം ആയുധ പന്തയം. തന്ത്രങ്ങൾ മെനയുന്നു, ചാവേ പടകളൊരുങ്ങുന്നു, സ്വപ്നങ്ങൾ വിൽക്കുന്നു, സ്വന്തങ്ങൾ തേങ്ങുന്നു, മനുഷ്യൻ മനുഷ്യനെ വിലപേശുന്നു. അമ്മേ ധരിത്രി ജനനി മനോഹരി, സൂര്യഗായത്രികൾ നിന്നിലമ്മേ. നാദശാരീരമായി വേദശരീരയായി നാഗഫണത്താരി ചാർത്തുമമ്മേ. നിന്റെ സ്നേഹാർദ്രമാം പൈമ്പാൽ കുടിച്ചവർ നെഞ്ചകം വെട്ടിപ്പിളർന്നു മാറ്റാൻ, നെഞ്ചകം വെട്ടിപ്പിളർന്നു മാറ്റാൻ. പന്തയം പന്തയം
വലിച്ച് നെഞ്ചിയെ പറപ്പിക്കുമ്പോ മറ്റൊരാൾ കയ്യെ പറപ്പിക്കുന്നു, പിന്നൊരാൾ മസിലെ പറപ്പിക്കുമ്പോ കമ്മത്ത് കണ്ണു പെരുപ്പിക്കും. സർവതാണ് സർവതാണ്. ഒരു വിധം തരക്കേടില്ല ഇല്ലടോ. എന്താണ്? ചായ ചായ. പിന്നെ ഉള്ള സേവയും കണക്കിന് ചേർത്തിട്ടുണ്ട്. കടുപ്പ് അല്പം കൂടുതലാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചസാര അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. അല്ലടോ കമ്പത്തെ? നോണോ, കണക്കിനുള്ള പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. അല്ല, അല്പം കൂടുതലാ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പഞ്ചാരയുടെ അസുഖം കാണും. ഗായത്രി ദേവി, നിങ്ങൾ തമ്മിൽ ഇതുവരെ പരിചയപ്പെട്ടില്ലേ? ഇല്ല. അതെന്താ? എന്റെ പദവിക്കും പാരമ്പര്യത്തിന് യോജിച്ചവരുമായിട്ട് ഞാൻ പരിചയപ്പെടാറുള്ളൂ. കമ്പത്ത് മാർത്താണ്ഡവർമ്മയെ പറ്റി കേട്ടിട്ടില്ലേ? പിന്നെ തിരുവിതാംകൂർ മഹാരാജാവ്. ഞാനും ചേച്ചിയും ആ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ സിരകളിലൂടെ ഓടുന്നത് മേധാവിത്വ ശക്തിയുള്ള സാക്ഷാൽ രാജരക്തമാണ്. അപ്പോ ഗായത്രി ദേവി തമ്പുരാട്ടി? അതെ, തമ്പുരാട്ടി എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആ ബോധത്തോടെയാവണം എല്ലാവരും പെരുമാറേണ്ടത്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് ബസ് എല്ലാം കട്ടബൊമ്മന്റെ വകയില്ലേ? ആ, ഞാൻ പുള്ളിക്കാരന്റെ സ്വന്തം അനന്തരവനാണ്. നേരെ ഇത്രയധികം ബസ്സുള്ള ആളിന്റെ അനന്തരവനായതുകൊണ്ടായിരിക്കാം എന്റെ ശരീരത്തിൽ ഓടുന്ന രക്തമല്ല, സാക്ഷാൽ ഡീസൽ. ഡീസലോ? ഇപ്പൊ രക്തത്തിനാണോ ഡീസലിനാണോ ഡിമാൻഡ് കൂടുതലുള്ളത്? ഡീസലിന്. പിന്നെ ഈ രാജരക്തം എന്നൊക്കെ അവകാശപ്പെടുന്നവർക്ക് എന്താണ് ഒരു വില? അത് ശരിയാ. ഇപ്പൊ ഒരു ഡീസൽ പമ്പ് ഉള്ളവനാണ് ഏറ്റവും വലിയ ഡിമാൻഡ്. അക്കണക്കിന് സാറിന്റെ ശരീരത്തോടെ ഒഴുകുന്ന ഡീസലാണെങ്കിൽ എന്താ ഒരു ഡിമാൻഡ്? പരിഹസിക്കാൻ മിടുക്കൊണ്ടെന്ന് മനസ്സിലായി. പരിഹാസ്യാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്നും കേട്ട് തളർന്ന് ലേലത്തിൽ നിന്നും പിന്മാറി മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. വേണ്ട, ലേല ദിവസം വരെ നമുക്കൊന്ന് പരസ്പരം സഹകരിച്ച് ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. ലേഖമത്തെ സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഈ മിനിമം പരിപാടി ദോഷം ചെയ്യും. എവള് യാരപ്പ സ്ത്രീയാ പുരുഷനാ? ആ സംശയം എനിക്ക് കൊണ്ടിടും. ഏതോ സങ്കരവർഗമാകാനാണ് സാധ്യത. സാറേ, ലേലം കേട്ടി വിളിച്ച് മണയും പറമ്പും സാർ സ്വന്തമാക്കണം. ഗായത്രി ദേവിക്ക് വിട്ടുകൊടുക്കരുത്. കമ്മത്തിന് ഈ ലേലത്തിൽ എന്താ പങ്ക്? നമുക്ക് കമ്മീഷൻ ആകും. 10% കമ്മീഷൻ. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ. അപ്പൊ 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ കമ്മീഷൻ. അത് ശരി. വെറുതെ അല്ല കമ്മത്തി അവിടെ ഇവിടെ കയറി ഓരോ തിരിവെച്ചിട്ട് പോകുന്നു അല്ലേ? രാജീവ് സാർ നമുക്ക് കുത്തിയതാകുന്നു. എന്താകുന്നു? കുത്തിയതാകുന്നു. കഷ്ടം. കമ്മത്തിന് ഈ കായും പൂവും തായും മാത്രം വിൽക്കുമല്ലേ? പിന്നെ അത് നമുക്ക് സന്മന ഉള്ളതാകുന്നു. നമ്മളെ പ്രസവിച്ച് പാളയിലിട്ടപ്പോൾ നമ്മൾ 2 വെക്ക് പാള കീറിപ്പോയി കേട്ടാ. അപ്പൊ പെറ്റ ഉടനെ പാള കീറിയ പാർട്ടിയാ കമ്മത്ത്. പിന്നെ അവിടുന്ന് നമുക്ക് അറിവായപ്പോൾ നമ്മളെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു നരമ്പിന്റെ ട്രബിളാണ്. അതിനൊരു ഓപ്പറേഷൻ നടത്തി. അപ്പൊ വിക്ക് മാറി. പക്ഷെ മറ്റൊരു ട്രബിള്. നമുക്ക് മൂത്രം പോണില്ല. അതിന് വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തും. അപ്പൊ മൂത്രം പോയി. പക്ഷെ വിക്ക് വീണ്ടും വന്നു. കമ്മത്തെ ആ രണ്ടാമത്തെ ഓപ്പറേഷനിൽ മറ്റൊരു ട്രബിൾ ആയിരുന്നെങ്കിൽ കമ്മത്തിന് കുറെ കൂടെ യോജിച്ചേനെ. അതെന്താകുന്നു? ഈ വിൽക്കുന്ന ഭാഗത്തൂടെ മൂത്രം പോണമായിരുന്നു. ഗായത്രി ദേവി, ഗായത്രി ദേവി, ഗായത്രി ദേവി, ലേലം കേട്ടി വിളിച്ച് മണയും പറമ്പും ഗായത്രി ദേവി സ്വന്തമാക്കണം. വർമ്മസാറിന് വിട്ടു കൊടുക്കരുത്. എടോ കമ്മത്തെ, അയാളുടെ ലക്ഷ്യം മനയും പറമ്പ് സ്വന്തമാക്കുകയല്ല, മറ്റെന്തോ ആണ്. കമ്മത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാളുടെ നോട്ടവും ഭാവവും ചലനങ്ങളുമെല്ലാം ഒരു കൊള്ളക്കാരൻ്റെതാണ്. ഏതോ അതോ ലോകത്തു നിന്നും കുറെ കൊള്ളമുതലുമായി രക്ഷപ്പെട്ട പിടികിട്ടാ പുള്ളിയാണോ എന്ന സംശയമുണ്ട്. താൻ ആ ദേവേന്ദ്ര ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അയാളെ പായ്ക്കേണ്ട ഉത്തമം. അല്ലെങ്കിലേ കമ്മത്താണല്ലോ രാത്രിയിൽ മനയിൽ കാവൽ കിടക്കുന്നത്. കള്ളനും ദുഷ്ടനും കൊലപാതകമൊക്കെ ആദ്യം കൈവയ്ക്കുന്നത് കാവൽക്കാരനെ ആയിരിക്കും. വന്നേ വാങ്ങേ. ഒരാൺതരി പോലും കൂട്ടിനില്ലാതെ 2 ചെറുപ്പക്കാരി പെൺപിള്ളേര് കോടിക്കണക്കിന് രൂപയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ എന്തോ ഒരു പന്തികളില്ലേ? ആ, ഇനി മൂത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം പുറത്തിറങ്ങാറില്ല, ആരോടും സംസാരിക്കാറില്ല.
ഒരു മുഴുത്ത കള്ളിയുടെ ലക്ഷണം ശരിയല്ലേ? നിങ്ങളെവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലെ 5 പുരുഷന്മാരുടെ തൻ്റെ ഇടവും ധിക്കാരവും എൻ്റെ കമ്മത്തേട്ടോ. ഇതെവിടെ നിന്നോ ശരിക്കും പയറ്റി തെളിഞ്ഞു വന്ന മറ്റേ പാർട്ടിയാണ്. ഏതോ കോടീശ്വരനെ വശീകരിച്ച് കൊലപ്പെടുത്തി ഉണ്ടാക്കിയ കാശാണ്. എത്രയും പെട്ടെന്ന് ഇവറ്റകൾ അവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ നാറുവേ. എന്ത് പറയുന്നു? നമ്മൾ ഈ 2 വിവരവും പട്ടയോട് പറയാം. പ്രശ്നം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യട്ടെ. നാരായണക്കുട്ടിയെ, ഈ രാജീവ് വർമ്മ അഥവാ ഒറിജിനൽ കൊള്ളക്കാരനാണെങ്കിൽ നിങ്ങൾ രാത്രി മനയിലേക്ക് വരുമ്പോൾ നമ്മുടെ നേർക്ക് സോക്കൊന്ന് ചൂണ്ടിയാൽ മതി. നമ്മൾ പൊക്കിത്തറാം. നമ്മളെ കൊല്ലലെന്ന് പറയണം കേട്ടോ. നാരായണക്കുട്ടിയെ, ഇനി കണ്ടടേ. രാജീവ് വർമ്മയുടെ ഡ്രൈവറല്ലേ? അതെ. എന്റെ കാർ സ്റ്റാർട്ട് ആകുന്നില്ല. താനും നോക്കിയേ. ഞാൻ സാധാരണ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയെ സ്റ്റാർട്ടാക്കാറുണ്ട്. കാണുന്ന വണ്ടി ഒന്ന് കയറി സ്റ്റാർട്ടാക്കരുതെന്ന് എന്റെ ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താനും തന്റെ ബോസിനെ പോലെ തികഞ്ഞ അഹങ്കാരിയാണല്ലോ. ഇതിന്റെ അഹങ്കാരം ഉണ്ടെങ്കിലല്ലേ നമ്മൾ തമ്മിലൊന്ന് ബാലൻസ് ചെയ്യും. എന്റെ ബോസിനോട് ചോദിച്ച് അനുവാദം വാങ്ങിത്തരാമെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കുന്ന കാര്യം ഞാൻ. തന്റെ ബോസിനോട് അനുവാദം ചോദിക്കാൻ വേറെ ആള് നോക്കണം. എന്നാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും വേറെ ആളെ നോക്കണം. ആകെ ബോർ ഏർപ്പാടായല്ലോ. ഇനിയിപ്പോ എന്താ ഒന്ന് ചെയ്യുക? അപ്പോഴേ നല്ലൊരു വണ്ടിയാണെങ്കിൽ നല്ലൊരു ഡ്രൈവറും ആവശ്യം. അല്ലാതെ ഈ രാജരക്തം ഓടുന്ന കൈയാണെന്നും പറഞ്ഞ് കീ തിരിച്ചാലൊന്നും വണ്ടി സ്റ്റാർട്ടാകത്തില്ല. പെണ്ണിന് തൻ്റെയോ അഹങ്കാരമോ ആവശ്യത്തിലധികമായാൽ ഇതുപോലെ ചില ചമ്മലുകളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് വാണിംഗ്. ഹലോ, അല്ല നമ്മൾ തമ്മിലൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. കൂടെയുള്ള ആ സ്ത്രീ ഗായത്രിക്ക് ആരാണ്? കന്യാകുമാരിയിൽ നിന്നും ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്ന ഈ വനപ്രദേശത്ത് ഒറ്റപ്പെട്ട് ഭാർഗവീ നിലയം പോലെ സ്ഥിതി ചെയ്യുന്ന ഈ മനം വിലയ്ക്ക് വാങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താ കാര്യം? അത്തരം സ്വകാര്യതകളൊന്നും മഞ്ഞിനെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് നിൽക്കപ്പോ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഇതൊരു വല്ലാത്ത ശല്യമായിരുന്നു. ന്യൂസൻസ്. ഇപ്പൊ എന്റെ പേര് മാറ്റി ജോൺസൺസ് എന്നാക്കിയത്. പത്രത്തിലൊരു പരസ്യം കണ്ട് വ്യത്യസ്ത നാടുകളിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. മനസ്വന്തമാക്കുക എന്ന മത്സരബുദ്ധി അല്ലാതെ നമുക്ക് മുൻ പരിചയമോ മറ്റു പൂർവ്വ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. പിന്നെന്താ ഗായത്രിക്ക് എന്നോട് ഇത്ര ദേഷ്യം? നിങ്ങൾ പുരുഷനായതുകൊണ്ട്. ഇനിയിപ്പോ പെണ്ണാകാൻ പറ്റുമോ? നിങ്ങൾ ഉൾപ്പെടുന്ന പുരുഷവർഗത്തെ മുഴുവൻ എനിക്ക് വെറുപ്പാണ്, പുച്ഛമാണ്. അപ്പൊ വിവാഹം? വിവാഹം ഭർത്താവ് സ്ത്രീയുടെ സംരക്ഷകൻ, കാണപ്പെട്ട ദൈവം. നിങ്ങളെപ്പോലുള്ള പുരുഷവർഗം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എഴുതി പിടിപ്പിച്ച ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾ. നിങ്ങൾക്കൊക്കെ സ്ത്രീ ഒരു ഉപകരണം മാത്രമാണ്. മാംസദാഹം തീർക്കാനും മറ്റാനുകൂല്യങ്ങൾ നേടിയെടുക്കാനുമുള്ള വില കുറഞ്ഞ ഉപകരണം. ഇതാരോ പറ്റിച്ചു വിട്ട കേസ് കേട്ടാ. അല്ല, നിങ്ങൾ സ്ത്രീകൾ ഇക്കാര്യത്തിലൊട്ടും മോശമൊന്നുമല്ല. ഭർത്താവ് നിങ്ങൾക്ക് ഉപകരണം മാത്രമല്ല, ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സാരി വാങ്ങാനും സായാഹ്ന സവാരി നടത്താനുള്ള ഉദ്യോഗസ്ഥൻ. ഇനി സായാഹ്ന സവാരി 2 വീലറിലാണെങ്കിലോ ഭർത്താവ് മുൻപിലിരുന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഭാര്യ പുറകിലിരുന്ന് കാണുന്നവനൊക്കെ ലൈനടിക്കും. ഇനി ഭർത്താവ് എങ്ങാനും അറിയാതൊരു പെൺകുട്ടിയെ ഒന്ന് നോക്കിപ്പോയാൽ ഭാര്യ പുറകിലിരുന്ന് ഗർജിക്കും. ഇത് തന്നെ, ഇതുപോലൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ അറിയാല്ലേ? അറിയാം. എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലതാ. എന്തോ നമ്മൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ പരസ്പരമുള്ള പരിചയപ്പെടലൊന്നും വേണ്ട. വേണ്ട. അങ്ങനെ മനസ്സ് സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അങ്ങോട്ട് വന്നേരം. അങ്ങോട്ട് വരാം. അതാ പുതിയ ട്രെൻഡ്. എന്തിനാ സമയം കളയുന്നത്? ഇപ്പോഴേ കയറി ആ പെണ്ണിനെ വിവാഹം ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിലം ശരിക്കും ഉഴുത് മറിച്ചിട്ട് വേണം സാർ വിത്തിറക്കാൻ. എടാ, അതിന് നിലമൊന്ന് വിട്ടു തരണ്ടേ? ചിലരങ്ങനെയാ, പാട്ടത്തിന് വിട്ടു തരില്ല. വില എഴുതിയാലേ കാര്യം നടക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? അല്ല സാർ എന്നെ വിളിച്ചോണ്ട് എന്ത് കളിയെ കളിക്കുന്നു? എന്താ ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ലെന്ന്. പതുക്കെ പറയടാ. ഞാൻ വലിയ കോടീശ്വരനാണെന്നാ ഇവിടെ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കോടീശ്വരൻ ദാ വന്നു, ദേ പോയി. എന്റെ സുഹൃത്തിന്റെ കാറ് 3 ദിവസത്തെ അവധിക്ക് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. സമയത്തിന് കാർ എത്തിച്ചില്ലെങ്കിൽ അവൻ പരാതിപ്പെട്ട പോലീസ് കൂടെ എത്തും. പിന്നെ നമ്മുടെ സകല പൂച്ചും പൊളിയിട്ടോ. അറിയാമടാ, പക്ഷെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? സാർ ഒരു കാര്യം ചെയ്യും, ആ പെൺപിള്ളേരോട് സാറിന്റെ എല്ലാ സത്യാവസ്ഥകളും തുറന്നു നിങ്ങൾ പറയാം. ഒരുപക്ഷെ സാറിനെ അവർ സഹായിച്ച വേണ്ടല്ലേ? വേണ്ട. എടാ, പെണ്ണിനോടും രാഷ്ട്രീയക്കാരോടും ഒരു രഹസ്യം പറയാൻ പാടില്ലെന്ന്. വരട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കോ? തൽക്കാലം നീ പോയി ഡീസൽ അടിച്ചോളൂ. ഇതെന്തോ 100 രൂപയോ? 100 രൂപയ്ക്കുള്ള അടിച്ചാൽ മതി. അപ്പം എനിക്ക് ഡീസൽ അടിക്കണ്ടേ? എടാ, ഒന്ന് വേഗം പോടാ. ഡീസലിന് വില കൂടുതൽ. ചുറ്റിനും കാടിൻ്റെ സംഗീതവും കാട്ടുവാസികളുടെ പാട്ടും വാദ്യമേളങ്ങളും
മനയിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യമുള്ള ശാന്തത. വളരെ ചുരുങ്ങിയ സമയമേ ഇവിടെ കഴിഞ്ഞുള്ളുവെങ്കിലും എനിക്ക് ഈ മനയോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നുന്നു. എനിക്കും ഇവിടം വിട്ടു പോകാൻ തീരെ മനസ്സ് വരുന്നില്ല ചേച്ചി. ആരുടെയും ഭീഷണിയില്ലാതെ നമുക്കിരുവർക്ക് സ്വസ്ഥമായി കഴിയാൻ ഇത്രയും സുരക്ഷിതമായ ഒരിടം മറ്റെങ്ങും കിട്ടില്ല. നമുക്കിത് സ്വന്തമായി കിട്ടുമോ? എന്ത് ത്യാഗം സഹിച്ചും നമുക്കിത് സ്വന്തമാക്കണം. ഗായത്രി, എന്റെ ചേച്ചി, നമുക്ക് ആ രാജീവ് വർമ്മയോട് നമ്മുടെ എല്ലാ സത്യാവസ്ഥകളും അങ്ങ് തുറന്നു പറഞ്ഞാലോ? നമ്മോട് സാധാപം തോന്നി അയാൾ ലേലത്തിൽ നിന്നും പിന്മാറില്ലേ? വേണ്ട ചേച്ചി, അയാളും പുരുഷനാണ്. വഞ്ചിക്കാനും മുതലെടുക്കാനും ശ്രമിക്കും. ഹേയ്, കേട്ടെടുത്തോളം അയാൾ വലിയ കോടീശ്വരനാ. ഏറിയാൽ 1.5 കോടിയിൽ അപ്പുറമൊന്നും ആ രാജീവ് വർമ്മയുടെ കയ്യിലുണ്ടാവില്ല. അതിൽ കൂട്ടി ലേലം വിളിക്കാൻ മറ്റാരും തയ്യാറാവുകയുമില്ല. ചേച്ചി ധൈര്യമായിരിക്കും. ഒടുവിൽ മനയും പറമ്പും നമുക്ക് തന്നെ സ്വന്തമായിരിക്കും. ചേച്ചി വാ. ശുദ്ധமான ശക്തിமான തുമ്പിത്തേൻ വീണു. അതെ, രണ്ടും എന്റെ കൊണ്ടാട്ടിമാരാ. ഓ, എന്റെ പൊന്നു വെച്ചാൽ നീ വഴക്കുണ്ടാക്കിച്ചിട്ട് അടങ്ങുള്ളൂ. ഗായത്രി, എന്താ ചേച്ചി? ഒരു കുട്ടി തേൻ വാങ്ങിക്കോളൂ. കുട്ടി തേനിൽ മായം വരുന്നുണ്ടോടി? പുതിയ ഫുഡ് ഇൻസ്പെക്ടറാ, കൊടുക്ക ടെസ്റ്റ് ചെയ്യട്ടെ. നല്ല ശുരിശുറാന്ന് വരുന്നത് ഏനാ കുടിച്ചു. ഓ, ഭയങ്കരം. പല സൈസ് തേനും കുടിച്ചിട്ടുണ്ട്. ഈ സൈസ് ആദ്യമായിട്ട്. ചൂട് പച്ചുമ്പല്ലില് വെള്ളം കലക്കി കുടിച്ചാ തമ്പ്രാട്ടിവർക്ക് ഗർഭരക്ഷക്ക് നല്ലതാ. വേണ്ട, അവളുടെ വർത്തമാനം കേട്ടില്ലേ? സംസ്കാരമില്ലാത്ത അല്ല, കാശില്ലെങ്കിൽ പറഞ്ഞ ഞാൻ കൊടുക്കാം. എന്റെ കൊച്ചേ, ഇതിലപ്പുറം നീ ഒന്നും തരണ്ട. വലപ്പോഴൊക്കെ ഈ വഴി ഒന്നും വരണം കേട്ടോ. അട്ട് എന്താ നിന്റെ പേര്? എന്തരി? ഓ, സുന്ദരി. നല്ല പേരാണല്ലോ. അത് ശരി. തരാം തരാം തരാം. ആട്ടെ, തുന്തരി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എവിടെ എവിടെ? അയ്യേ, മറന്നുപോയോ? ഉപ്പുള് തൊട്ട് തുടച്ചു. മനസ്സിലായി മനസ്സിലായി. ഇനി ഞാനൊന്ന് പറയാം. എന്താണെന്ന് തമ്പുരാൻ പറയണം. കായെണ്ണീതി ചുറ്റി വളച്ചൊരു വള്ളിയിട്ട് തായെണ്ണീതി കൊട്ടപ്പുജി വിട്ടാൽ എന്താണ്? ഇതെന്തൊരു ഭാഷയാണ്? വലഞ്ഞല്ലോ തുന്തരി. ചൂണ ഉണ്ടെങ്കിൽ പറ. തമ്പുരാന്റെ താച്ചർ നേനൊന്ന് കാണട്ടെ. വേണ്ട വേണ്ട, തമ്പുരാൻ ഇവിടെ താച്ചറത് ഇല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. തമ്പുരാൻ പറയും. കീടം കീടം. അല്ല, കാട്. ആ, കാടെങ്കിൽ കാട്. തമ്പുരാന്റെ പേരെന്താ? രാജീവ്. രാജീവ്. രാജീവണ്ട, രാജീവ്. രാജീവ്. എന്തേലും ഇത് രാവിലെ വളച്ചിടാൻ വന്ന സാധനമാണ്. വലിച്ചാലും കീറിയാലും പറ. പിന്നെ മലത്തുവം കൂടെ വേണം അല്ലേ? പോലുള്ള കാട്ടുശാലിക്കാർക്ക് തർക്കാരി കൂടുതോരും കൊണ്ടുവന്ന് ഓരോ കമ്മീഷൻ തരാൻ വേണം. അതെന്ത് കമ്മീഷൻ? IRDP. മണ്ട കമ്മീഷൻ. അത് ശരി. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴും ഒന്നാം താച്ചറുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാം മേനും മാഷ പഠിപ്പിച്ചു തന്നതാ. എന്റെ പൊന്നു വെച്ച് ചുമ്മാ വാടകയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് വന്നാ ഇത് കീറിക്കൊണ്ട് അങ്ങോട്ട് എല്ലാം പറ്റുമോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു ഉറിഞ്ചിയും വേണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ കൊച്ചേ? വേണ്ടെന്ന് പറഞ്ഞ മലയാളത്തിൽ മനസ്സിലായല്ലോ. എന്റെ കൊച്ചെ, പീഡന കാലം അനീച്ചിനെ കിടന്ന് മരിച്ചു കീറാതെ നിനക്ക് എന്താ പറ്റുക? അത്രയുള്ള 50 രൂപയാണ്. ഒരു പൊട്ടാത്ത സ്ലൈറ്റ് വാങ്ങി പൊട്ടാതെ പഠിക്കണം കേട്ടോ. ആ മുറിയിലുള്ള തമ്പുരാട്ടിമാർക്ക് തേനും വെള്ളറും കല്ലുഞ്ചി ഒക്കെ ആവശ്യം വരും. തുന്തിരി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇവിടെ കിടന്നാട്ടിയിട്ട്
പമ്പ ശുദ്ധമാന സത്യമാന തുമ്പിത്തേൻ വേണോ ആദിവാസികൾക്ക് മനയിൽ പ്രവേശനമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? അതിനെ മനയിൽ പ്രവേശിച്ചില്ലല്ലോ. തർക്കത്തരം പറയുന്നു ധിക്കാരി. കണക്ക് വാർത്ത ഇല്ല, വിട്ടിട്ടേ പോകുന്നുള്ളൂ. തേൻ കുടിക്കുന്നു. താൻ കരുതാ പോലെ നോക്കി നിൽക്കാതെ ഇവിടെ പിടിച്ച് പുറത്താക്കണോ? സുന്ദരി കമ്മത്തിന് ശരീരം പേർത്ത് വരുന്നുണ്ട്. കെട്ടടി ഇറങ്ങി പോടി കണ്ണാളി ഇറങ്ങട്ടെ കൂത്താടി ഇല്ലെങ്കിൽ നമുക്ക് ഭയമുണ്ട് സാർ. നമ്മുടെ അടിവാരം കുത്തിപ്പൊളഞ്ഞോണ്ട് വീട്ടിലോട്ട് ചെന്നാൽ നമ്മുടെ ഭാര്യ റുക്കുമണി നമ്മളെ വഴക്ക് പറയും. നമുക്കത് പറ്റില്ല സാർ. ദേവപുരിമനയിലെ പൊട്ടരിപ്പാടന്മാരുടെ മുമ്പിൽ കരക്കാർക്കും കാട്ടുവാസികൾക്കും നാവില്ലായിരുന്നു. ഒരു കാലത്ത് മേലെ മല അടക്കി ഭരിച്ചിരുന്ന നിന്റെ അപ്പാപ്പൻ താണുപ്പം പോലും താണു മടങ്ങിയിരുന്നു എന്നതാണ് ചരിത്രം. ഒട്ടേരിപ്പാടന്മാരുടെ കൊല്ലിന്റെയും കൊലയുടെയും ചരിത്രം കേട്ടറിഞ്ഞിട്ടും നമ്മുടെ മുന്നിൽ വന്ന് ധിക്കാരം കേട്ടുള്ള ധൈര്യം നിനക്കൊടുന്നുണ്ടായി. തറത്തില്ല അറിയാമടേ, പക്ഷേ ഇതൊരിക്കൽ നിന്റെ കൈ തന്നയക്കില്ല. നീ ഒരു പെണ്ണായി പോയതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നുമില്ല. നീ കുടി ചെന്ന് നിന്റെ അപ്പനെ ദേവേന്ദ്ര പട്ടേൽപ്പാട് വിളിക്കുന്നു പറയും. അവൻ വരും, ബന്ധേ തീരൂ. നീ കാട്ടിയ ധിക്കാരത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി പിടം മുളുമ്പോ സഞ്ജയ് അവനെ ഏൽപ്പിക്കാം. വെച്ചോ. മിസ്റ്റർ ദേവേന്ദ്ര ഭട്ടതിരിപ്പാട്. യെസ് മിസ്റ്റർ രാജീവ് വർമ്മ. പണ്ട് വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി. എന്നിട്ട് അന്തസ് ഉയർന്നത് ചവിട്ടിയ വാമനനല്ല, താഴ്ത്തപ്പെട്ട മഹാബലിക്കാണ്. ഒരു സാധു പെൺകുട്ടിയെ ചവിട്ടിത്താഴ്ത്തി മഹാനായ അങ്ങ് സ്വയം അന്തസ് കെടുത്തണം. അത് അന്തസ്സുള്ള ഒരു ചോദ്യമാണ്. അന്തസ്സില്ലാത്ത ചോദ്യമാണ്. മിസ്റ്റർ വർമ്മ, യു ആർ ഓൺലി മൈ ഗസ്റ്റ്. അറിയാം സർ. ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്റെ വ്യക്തി താല്പര്യത്തിൽ കൈകടത്താനുള്ള യോഗ്യത. ഞാനും ഒരു കോടീശ്വരൻ എന്ന് തന്നെ. നിങ്ങൾക്ക് ഏറിയാൽ 1-2 കോടിയുടെ ആസ്തി ഉണ്ടാകും. ഇനിയും കോടികൾ എത്രയും തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ആസ്തി കുടമയാ ഈ ദേവേന്ദ്ര ഭട്ടതിരിപ്പാട്. കോടികൾ എത്രയെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഭട്ടതിരിപ്പാട് കൊറ്റിന് വകയില്ലാത്ത ഒരു സാധു പെൺകുട്ടിയുടെ ഉപജീവന മാർഗം പിടിച്ചു വയ്ക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ് സാർ. പ്ലീസ് ബി കാം ആൻഡ് ക്വയറ്റ്. ഇത് സ്നേഹപൂർണ്ണമായ ഒരു നിർദ്ദേശം മാത്രം. ആ കുട്ടിയുടെ വകയാൻ കൊടുത്തേക്കൂ. അമ്മത്തെ അതാ കൊടുക്കണം. തുന്തരുടെ പക്കടത്തിൽ ഞാൻ കൊടുത്തേക്കാം. അല്ല സാർ പോയി തഞ്ചി എടി തുന്തറി, നീ മേലിൽ മണയിൽ വന്നേക്കണം. വണ്ടാളി കമ്മത്ത് നിന്ന് സറിക്ക് കൈകാര്യം ചെയ്യും. കെട്ടടി കൂത്താടി പിന്നെ മനയിലെ പട്ടേരി തമ്പ്രാനെ വാക്ക് പറഞ്ഞ് തോൽപ്പിച്ച് ഏന് തഞ്ചി വാങ്ങി തന്ന തമ്പ്രാന്റെ കഥ മണോരുടെ ഒക്കെ വിളിച്ചൊരു തോറ്റേ തോറ്റേ പട്ടേരി തമ്പ്രാൻ തോറ്റേ ഇപ്പൊ മനസ്സിലായോ? ഒരു കാട്ടുജാതിക്കാരി പെണ്ണിനെ കൊണ്ട് ഭട്ടതിരിപ്പാടിനെ ക്രൂരമായി ഇൻസൾട്ട് ചെയ്യിച്ചിരിക്കുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ രാജീവ് വർമ്മ ഒരു മാന്യനോ കോടീശ്വരനോ അല്ല. കറക്റ്റ്. ഗായത്രി പറഞ്ഞാണ് ശരി. വർമ്മയുടെ ലക്ഷ്യം മനയും പറമ്പും വിലക്ക് വാങ്ങിയല്ല, മറ്റെന്തോ ആണ്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇനി ഒരു നിമിഷം പോലും അയാൾ ഇവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മറ്റൊരു ലേലം വിളി ഒഴിവാക്കണം ഉദ്ദേശിക്കുന്നു. കമ്മീഷൻ ഒരു ആദിവാസി പെണ്ണിനെ തല്ലിയിറക്കാൻ കഴിവില്ലാത്ത വീട്ടിൽ മാനേജരാണത്രേ. പോടോ എന്റെ മുന്നേന്ന് കഴുതാ. ബൈ ദ ബൈ, എനിക്കിനി അമേരിക്കയിലേക്ക് മടങ്ങി പോവാൻ ഏതാനും ദിവസങ്ങളെ അവശേഷിക്കുന്നു. അവിടെ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെയും കാത്ത് ആകാംക്ഷയോടെ ഇരിപ്പുണ്ടാവും. ആ ഗായത്രി ദേവി, മറ്റൊരു മത്സരം കൂടാതെ തന്നെ 1 കോടി രൂപയ്ക്ക് ഈ മനയും പറമ്പും ഗായത്രിക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു. പണം ഇന്ന് തന്നാൽ നാളെ രജിസ്ട്രേഷൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ തന്നേക്കാം. മനയും പറമ്പും ഗായത്രിക്ക് നൽകാൻ നിശ്ചയിച്ചു കഴിഞ്ഞു അല്ലേ? അതെ.
ദേവപുരി മനയിലെ ദേവേന്ദ്രൻ ഭട്ടതിരിപ്പാട് രാഷ്ട്രീയക്കാരെ പോലെ വാക്കുമാറുന്നത് ശരിയല്ല. മന വിലയ്ക്ക് വാങ്ങാൻ വന്ന രാജീവ് വർമ്മ ഒരു രാഷ്ട്രീയക്കാരനെ റോൾ എടുത്തതും ശരിയായില്ല. ആ ആദിവാസി പെണ്ണിന്റെ പ്രശ്നവും ലേലവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന മര്യാദ എല്ലാം മിസ്റ്റർ ഭട്ടതിരിപ്പാട്. രാജീവ്, കൊല്ലിനും കൊലയ്ക്കും കേൾവി കേട്ട ദേവപുരി മനയിൽ അവസാനത്തെ സന്തതിയാ ഈ ദേവേന്ദ്രൻ ഭട്ടതിരിപ്പാട്. ഒരു ആദിവാസി പെണ്ണിനെ കൊണ്ട് ബോധപൂർവ്വം എന്നെ തേജവഞ്ചിച്ച തന്നോട് ആ പാരമ്പര്യം നിലനിർത്താൻ ഇന്ന് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിരുപാധികം വിട്ടയക്കുന്നു. You must get out. ഇപ്പൊ മനസ്സിലായോ? രാജീവ് വർമ്മ ഗായത്രിയുടെ മുന്നിൽ സിംഹമല്ല, വെറും കടലാസ് പുലിയാണെന്ന്. പെണ്ണിന് തന്റെ ഇടവും ആത്മവിശ്വാസവും അധികമായി ഉണ്ടായാൽ ഇതുപോലെ ചില പമ്പന്മാരെ അടിയറവ് പറയിക്കാൻ കഴിയും. ലാസ്റ്റ് വാണിംഗ്. താങ്കൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കും, അഥവാ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും. ഇനി എനിക്ക് ആ ധാരണ മാറ്റണമെന്ന് യാതൊരു നിർബന്ധവും. ഒന്നും മാറ്റിയെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടല്ലോ. 2 ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത സ്പന്ദനങ്ങളും വാചാലമായി തുടിച്ചു നിൽക്കുന്ന ഈ മനം വിലയ്ക്ക് വാങ്ങി ഇവിടുത്തെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് ഒരു തീസിസ് തയ്യാറാക്കുക എന്നതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. നിരവധി നിർണായകങ്ങളായ ചുമർ ചിത്രങ്ങളും ജംഗമ വസ്തുക്കളുമുള്ള ഈ മന പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്താൽ അതിൻ്റെ വിജയസാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എൻ്റെ മറ്റൊരു ലക്ഷ്യം. മിസ്റ്റർ വർമ്മ, സംശയിക്കേണ്ട, ഞാൻ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു സീനിയർ ഓഫീസറാണ്. മനയും വർമ്മം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് 1 കോടി പോയിട്ട് 1 ലക്ഷം പോലും കിട്ടില്ല. നേരെ മറിച്ച് എനിക്ക് വില എഴുതി തന്നാൽ 1 കോടി രൂപ തരാൻ ഞാൻ തയ്യാറുമാണ്. എന്ത് പറയുന്നു? മനയും വർമ്മ എനിക്ക് വിട്ടുതരുന്നോ അതോ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞ മിസ്റ്റർ ഭട്ടതിരിപ്പാട് ഇന്ത്യൻ പുരാവസ്തു വകുപ്പായിട്ടൊരു നിയമയുദ്ധം തുടങ്ങുന്നോ? പെട്ടെന്ന് മറുപടി പറയണം, എൻ്റെ സമയം വിലപ്പെട്ടതാണ്. മനയും പറമ്പും രാജീവ് വർമ്മയുടെ പേർക്ക് എഴുതി തരാമെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വെരി ഗുഡ്. പണം ഇന്ന് തന്നാൽ നാളെ രജിസ്ട്രേഷൻ. സോറി, എനിക്ക് ഒരാഴ്ചത്തെ സാവകാശമാണ്. അത് പിന്നെ അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ഞാൻ പോയത്. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പ്ലീസ് മിസ്റ്റർ വർമ്മ, കാലാവധി ഒരാഴ്ചയിലധികം നീട്ടരുത്. എനിക്ക് മടങ്ങി പോകാൻ അത്രയ്ക്ക് തിടുക്കമുണ്ട്. അറിയാവുന്നു. അപ്പോൾ അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ. ഓക്കെ ഓക്കെ. വാക്ക് മാറുന്നത്. താങ്ക് യു സാർ. പറഞ്ഞ് സംബന്ധിച്ച മുഴുവൻ തുക ഇതിലുണ്ട്. എണ്ണി നോക്കാം. ഐ ആം റിയലി സോറി ഗായത്രി. മനയും പറമ്പും രാജീവ് വർമ്മയുടെ പേർക്ക് കച്ചവടമാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ എത്ര സമയം കഴിയാം, എപ്പോഴും ഇറങ്ങണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം മിസ്റ്റർ വർമ്മയ്ക്കാണ്. ഇനി ഗായത്രിക്കും ജയിച്ചിക്ക് ഈ മനയിൽ തന്നെ കഴിയണമെന്ന് നിർബന്ധമാണെങ്കിൽ മിസ്റ്റർ വർമ്മയുമായി സഹകരിച്ച് ഒരു ധാരണയിലെത്തും. ഓക്കെ. എന്നാ കരഞ്ഞോണ്ട് നിൽക്കാം. പണ്ടൊരു കാട്ടിൽ ആനയെ വീഴിക്കാൻ വേണ്ടി വാരിക്കുഴി കുഴിച്ച കഥയോർത്ത് ചിരിച്ചു പോയതാ. ഒടുവിൽ ആന അതിൽ വീണതുമില്ല, മഴക്കാലത്ത് കാട്ടിൽ തന്നെ അതിൽ വീണ് കരകയറാനാവാത്ത അവസ്ഥയിലുമായി. ശബ്ദമുയർത്തണ്ട. മിസ് ഗായത്രി എന്ത് പറയുന്നു? എന്നോട് സഹകരിച്ച ഒരു ധാരണയിലെത്താൻ തയ്യാറാണോ? യെസ് മിസ് ഗായത്രി, ഈ ജീവിത പന്തയത്തിൽ എന്റെ ആയുധം ചാണക്യതന്ത്രമാണ്. എന്റെ ആയുധം പണവും. പണമുള്ള പെണ്ണിന് പുരുഷനുമായ ധാരണയുടെ ആവശ്യമില്ല, പുരുഷന്റെ ഔദാര്യവും ആവശ്യമില്ല. ഞങ്ങൾ ഇവിടെ വിട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഗുഡ് ബൈ. ഗുഡ് ബൈ. നിൽക്കുക. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ 2 പേരുടെയും കയ്യിൽ ഓരോ ആയുധം ഇറപ്പുണ്ട്. ഈ ആയുധങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിച്ച് മാറ്റുറച്ചു നോക്കിയില്ലെങ്കിൽ പിന്നെന്താ ഒരു രസം? അത് ശരി. അപ്പൊ കമ്മത്തിന് ഞങ്ങളെ കൂട്ടിമുട്ടിച്ച് അടങ്ങും. പിന്നെ വർമ്മസാറിന് സങ്കൂട്ടമുണ്ടെങ്കിൽ ലേലത്തെ മത്സരിച്ച് മനയും പറമ്പും സ്വന്തമാക്കണം. ഗായത്രി ദേവിക്ക് സങ്കൂട്ടമുണ്ടെങ്കിൽ വർമ്മസാറുമായി ലേലത്തിൽ മത്സരിച്ച് മനയും പറമ്പും സ്വന്തമാക്കണം. എന്താ 2 പേർക്കും ഉണ്ടോ സങ്കൂട്ടം? ഉണ്ടല്ലോ. അപ്പൊ കമ്മത്തിന് ഞങ്ങളുടെ സങ്കൂറ്റത്തിന്റെ വലുപ്പമാണ് കാണേണ്ടത് അല്ലേ? പിന്നെ നിങ്ങളുടെ സങ്കൂട്ടത്തിന്റെ വലുപ്പം അനുസരിച്ചായിരിക്കും നമ്മുടെ കമ്മീഷന്റെ കേറ്റം. ലേലം വിളിച്ച് മത്സരിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. തന്റെ രാജീവ് വർമ്മയ്ക്ക് എന്നെ തരുമ്പോഴോ ചോദിക്കണോ? സാറേ, നമ്മളൊക്കെ പുരുഷന്മാരാണ്. ഒരു പെണ്ണിന്റെ വണ്ടുവിളി കേട്ടേ? പെണ്ണിന്റെ വണ്ടുവിളി കേട്ടേ? വെണ്ടുവിളി കേട്ടേ? എടോ വെല്ലുവിളി. എന്തെങ്കിലും ഒരു വിളി കേട്ടേ? നമ്മൾ ഭയപ്പെടാൻ പാടില്ലാത്തരാ. എടോ, തനിക്ക് പുരുഷന്റെ അഭിമാനം അല്ല കമ്മീഷന്റെ വലുപ്പമാണ് നോട്ടം. ഏതായാലും ഒരു അഹങ്കാരി പെണ്ണിന്റെ ആഗ്രഹമല്ലേ നിരാശപ്പെടുത്തി പറഞ്ഞയക്കുന്നത് ശരിയല്ല. നിശ്ചയിച്ച ദിവസം ലേലം വിളിച്ച് മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഭട്ടതിരിപ്പാണെ അറിയിച്ചേക്കൂ. വാക്ക്. ഓക്കേ. അതെ,
ഇന്നേക്ക് 5-ാം ദിവസം ഗായത്രി ദേവിയുടെ പണത്തിനു മുമ്പിൽ രാജീവ് വർമ്മയുടെ ചാണക്യതന്ത്രം തകർന്നു വീണിരിക്കും. ഇന്നേക്ക് 5-ാം ദിവസം രാജീവ് വർമ്മയുടെ ചാണക്യതന്ത്രത്തിന് മുന്നിൽ ഗായത്രി ദേവി അടിയറവ് പറഞ്ഞു. എന്തൊരു വേവലാതി. എടോ, ഇന്ന് ലേലം ചെയ്തിരിക്കുന്ന ദിവസമാകുന്നു. തന്റെ രാജീവ് വർമ്മ പോയിട്ട് ദിവസം നാളാകുന്നു. വർമ്മ സാർ കൃത്യസമയത്തേക്ക് എത്തിക്കൊള്ളും. 3ാമത് നാൾ ലേലത്തിൽ എത്തിയിട്ടില്ല. വർമ്മ സാറിനെ കാണാനുമില്ല. അക്കണക്കിന് മണയും പറമ്പും ഗായത്രി ദേവിക്ക് സ്വന്തമാകുമെന്ന് ഉറപ്പ്. അപ്പോൾ നമ്മുടെ കമ്മീഷൻ കുറയുവേ. കമ്മത്തേണ്ട ഈ കമ്മീഷൻ എന്ന ഒറ്റ ചിന്തയുള്ളൂ. അത് നമ്മുടെ അപ്പൻ നമ്മളെ പഠിപ്പിച്ചതാകുന്നു. നമ്മുടെ അപ്പൻ വലിയ ഒരു കാളക്കച്ചവടക്കാരനായിരുന്നു. അത് കമ്മത്തേണ്ട സ്വഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. അത് നീ നമുക്കിട്ടൊന്ന് സൊറിഞ്ഞതാണ് കമ്മത്തേണ്ട ഞാൻ സൊറിയോ. കമ്മത്തേണ്ട ഈ കാളയെ പോലെ തലയെടുപ്പും മുക്കിടം പോലെ ശബ്ദവും അയവർക്കും പോലെ വിക്കലും എല്ലാം കൂടിച്ചേർന്നൊരു കാള സംസ്കാരം. അത് നമ്മുടെ പാരമ്പര്യമാണ്. ഒരു ദിവസം നമ്മുടെ അപ്പൻ നമ്മളോടൊരു ചോദ്യം, കർണാകര നിനക്കൊരു കല്യാണം കളിക്കണ്ടേ? കമ്മത്തേണ്ട അണിയെ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അപ്പൻ്റെ കൂടെ പെണ്ണ് കാണാൻ പോയി. നല്ല മനോഹരയായ ഒരു പെണ്ണ്. അവിടെ അയ്യോ പുഞ്ചിറി കണ്ടപ്പോ നമ്മൾ കോരിത്തരിച്ചു പോയി. പക്ഷെ അവക്കൊരു ട്രബിള്. എന്ത് ട്രബിള്? അവക്ക് 3 മാസത്തെ ഡെപ്പോസിറ്റ്. കോളടിച്ചല്ലോ. എവിടെ? ബാങ്കിലല്ല, ബാങ്കിൽ. അവളെ കെട്ടിയ കുഞ്ഞ് ഫ്രീ. അത് കേട്ടപ്പോ കമ്മത്തേടങ്ങ് പോകുന്നു കാണൂല്ലേ? എവിടെ? 1 മാസത്തെ ഡെപ്പോസിറ്റിന് 50,000 രൂപ വെച്ച് 3 മാസത്തെ ഡെപ്പോസിറ്റിന് 1,50,000 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടിയേ. അതിന് കമ്മത്തേണ്ട അപ്പൻ ഇതിന് സമ്മതിച്ചു. പിന്നെ നമുക്ക് കിട്ടിയ കമ്മീഷന്റെ 10% അപ്പനും കിട്ടിയേ. കമ്മത്തേട്ടന് പെൺമക്കളൊന്നുമില്ലേ? പിന്നെ നമുക്ക് 2 പെൺമക്കൾ പറന്നിറങ്ങി നിൽക്കുന്നു. അപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ കമ്മത്തേട്ടന്റെ വീട്ടിലൊന്ന് വരണം. നാരാക്കുട്ടിയെ അത് വേണ്ട കേട്ടാ. അതെന്താ? നീ ചെറുപ്പമാകുന്നു. നീ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുമാരെ കയറി അക്കൗണ്ട് തുടങ്ങും. പിന്നെ അത് ഡെപ്പോസിറ്റായി മാറും. പിന്നെ അവളുമാരെ കെട്ടാൻ വരുന്നവർക്ക് കമ്മീഷൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പരിപാടി നടക്കില്ല നാരാക്കുട്ടി. എന്താടാ മറ്റേ ഇപ്പൊ സമയം എന്തായി? എന്താ ഇന്നിവിടെ നേരം നടക്കുന്നില്ലേ? വർമ്മ സാർ എത്തിയിട്ടില്ല. അയാൾ ഇവിടെ പോയിരിക്കുക. രാജീവ് സാർ തിരുച്ചെന്തൂര് പോയിരിക്കുക. 100 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഇട്ടിട്ട് കാശായിട്ട് വെച്ചു. അങ്ങനെ മറ്റുള്ളവരുടെ സൗകര്യം നോക്കി കാത്തു കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. ഒരല്പം കൂടി കാത്തിരുന്നു കൂടെ. ഞാൻ ടൗൺ വരെ പോവുക. തിരിച്ചു വരുമ്പോഴേക്കും അയാൾ എത്തിയിട്ടില്ലെങ്കിൽ ആ നിമിഷം മന എന്റെ പേരിൽ സ്ഥിരപ്പെടുത്തിയിരിക്കണം. ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞേക്ക്. ആ പോയ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ? നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. പല പല ലൈനും നമ്മൾ വലിക്കണോ? ചളമായി പോയത് അത് സ്വിസ് ബാങ്കാണ്. ശരിയാ. വലിയ വലിയ കോടീശ്വരന്മാർക്ക് മാത്രമേ അവിടെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ. കമ്മത്തേട്ടന്റെ വീട്ടിൽ 2 ബാങ്ക് ഉണ്ടല്ലോ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു അക്കൗണ്ട് ഞാൻ അവിടെ തുടങ്ങും. നമ്മളെ കണ്ടപ്പോ ശീലയെ തീ പിടിച്ച ശൈലിക്ക് ഓടുന്നത്. നമ്മളെ പുടി കിട്ടിയില്ലേ ഖദീജ ബീവി? നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ? അത് നമ്മള് വട്ടേരിപ്പാടിനോട് പറഞ്ഞോളാം. നിങ്ങൾ ചെന്ന് പറയും പഴയ കശാപ്പുകാരൻ ഷൗക്കത്താലിയുടെ മോള് ഖദീജ ബീവി മോഹം കാണിക്കാൻ വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറയുന്നു. പറയാനുള്ളത് നമ്മളോട് പറഞ്ഞാ മതി. പട്ടേറി പട്ടേ കാണാൻ പറ്റില്ല. കട്ടായം കട്ടായം. കമ്മത്തെ നിങ്ങളുടെ അപ്പന് കാളക്കച്ചവടമായിരുന്നെങ്കിൽ നമ്മുടെ പാപ്പാക്ക് കള വെട്ടായിരുന്നെന്ന് ഓർത്തോളി. വെറുക്കന ബാല് പൊക്കണ്ട. ഉണ്ടാണ്ട് നിക്കപ്പ. പട്ടേരിപ്പാടി മനിയം പറഞ്ഞു വിൽക്കാമാണെന്ന് കേട്ടല്ല. സത്യമാണ്? സത്യമാകുന്നു. അപ്പൊ ഞമ്മക്കൊരു സംശയം. 44 വർഷമായി നമ്മൾ ഈ മലഭാഗ പറമ്പില് കുടി കിടക്കണേ. നമ്മള് മാത്രമല്ല, നമ്മളെ കെട്ടിയവനും 14 മക്കളും. നമ്മളെങ്ങോട്ട് പോണം? നമ്മള് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് സ്ഥിരമായ സീറ്റ് എത്രയെന്ന് ഉറപ്പാക്കിയിട്ട് മതി. ബാക്കി കച്ചവടം. സ്ഥിരമായിട്ടൊരു സീറ്റും തറാൻ വെച്ചിട്ടില്ല. 44 വർഷം പുറത്തില്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് ഇറങ്ങി പൊക്കോളെ. ഇല്ലപ്പ ഖദീജാനെയും വീട്ടിൽ ഇറക്കി വിടാന്ന പുതിയ ആർക്കും വേണ്ടാന്ന് പറഞ്ഞേക്ക്.
ഹറാമ്പരപ്പ് നമ്മളോട് കാണിച്ച പട്ടേരിപ്പാടി ചെമ്മത്ത് അമേരിക്ക കാണൂലെന്ന് പറഞ്ഞേക്ക്. നമ്മള് മുയിക്കനെ പറഞ്ഞു തീരട്ടെ. നിങ്ങൾ നമ്മള് മനയിലേക്ക് വിടൂലല്ല. വേണ്ട, നമ്മളിനി മനയിലേക്ക് വരണൂല്ല. പക്ഷെങ്കിൽ കാര്യം ഇടങ്ങാറില്ലാണ്ട് ഒത്തുതീർക്കണമെന്നുണ്ടെങ്കിൽ പട്ടേരിപ്പാടി നമ്മുടെ പുറയിൽ വന്ന് നമ്മളെ കാണണമെന്ന് കശാപ്പുകാരൻ ഷൗക്കത്താലിയുടെ മോള് ഖദീസ പറഞ്ഞെന്ന് പറഞ്ഞേക്ക്. വരട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് ഖദീജ വിശേഷങ്ങള്? കെട്ടിയോനും കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ, പഠിച്ചന്റെ കൃപ കൊണ്ട് കുട്ടിമുയത്തൊക്കെ അങ്ങനെ പോണ്. ആട്ടെ, ഇവിടെ എന്താ വിശേഷിച്ച്? പട്ടേരിപ്പാടെ ഞമ്മള് പറഞ്ഞ ബൈക്കിനും ഭക്ഷണത്തിനും അല്ലാന്ന് കൂട്ടിക്കൂടി 44 വർഷമായി ഞമ്മള് കുടിയടക്കണ മണ്ണ. ഞമ്മക്ക് കിടക്കാൻ വേറെ ഇടവില്ല. അതുകൊണ്ട് ഇത്തിരി മണ്ണ് ഞമ്മക്ക് നീക്കി വെക്കണം. അത്രേ. ആട്ടെ, എത്രയാ ഖദീജയുടെ ഡിമാൻഡ്? 27%. എത്ര? 27%. എന്തിനാ 27 ആക്കുന്നത്? 30 തേച്ച് പിടിച്ചു. അതായത് 101 ഏക്കർ പുരയിടത്തിൽ 27% ഭൂമി ഖദീജയ്ക്ക് കിട്ടണം. അതെ, നമ്മള് പിന്നോക്കക്കാർക്ക് ഇപ്പൊ എല്ലാ കൂട്ടങ്ങളും 27% വെച്ച് തരണമെന്നാണല്ലോ മണ്ഡല കമ്മീഷൻ പറയുന്നത്. സാറേ, ഇവിടെ ആരോ കുത്തിപ്പൊക്കി വിട്ടിരിക്കുകയാണ്. അതെപ്പ നമ്മളിവിടുത്തെ സമ്പന്ന മുന്നണിയുടെ പ്രസിഡന്റ്. ഖദീജ, ഈ കാര്യത്തിൽ രാഷ്ട്രീയം വർഗീയതയും ഒന്നും വേണ്ട. നമുക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. 10,000 രൂപയാണ് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി നീയും കുടുംബവും ഇന്ന് തന്നെ ആ പറമ്പ് വിട്ടു ഒഴിഞ്ഞാക്കണം. പിടിക്ക്. വേണ്ട, നമ്മള് താമസിക്കുന്ന പുറക്ക് ചുറ്റുള്ള 10 ഏക്കർ പറമ്പ് നമുക്ക് വിട്ടു കിട്ടണം. 10 സെന്റ് പോലും വിട്ടു തരാൻ സാധ്യമല്ല. എന്നാ പിന്നെ നിങ്ങളുമായിട്ട് ഇനി വർത്താനല്ല. ഇന്ന് തന്നെ 10 ഏക്കർ പറമ്പ് കളഞ്ഞ് നമ്മൾ ചുറ്റിനും വേലി കെട്ടിയിരിക്കും. ദേവപരിമനയിലെ ദേവേന്ദ്ര ഭട്ടതിരിപ്പാടിന്റെ ക്രൂരതയുടെ മുഖം ശരിക്കും ദർശിച്ചിട്ടുള്ളതാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആ ചെകുത്താന്റെ വേഷം ഒരിക്കൽ കൂടി നീ എന്നെ കൊണ്ട് കെട്ടിക്കരുത്. പട്ടേരിപ്പാടെ 25 വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടക്കൊല ചെയ്ത് ദേഹമാസകളെ ശോരയൊലിപ്പിച്ചുകൊണ്ട് കശാപ്പ് കത്തി കറക്കി കൊലവിളി വിളിച്ചതെന്നൊരു ഷൗക്കത്താലി നിങ്ങൾ ഓർക്കുന്നുണ്ട? ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരെ വെട്ടിയരിഞ്ഞ് വീഴ്ത്തി ഇങ്ങക്ക് 101 ഏക്കർ ഉണ്ടാക്കി തന്ന ഷൗക്കത്താലിയുടെ മോളാ ഞമ്മള്. ഞമ്മക്ക് 10 ഏക്കർ പറമ്പ് വിട്ട് കിട്ടണം. മയ്യത്താവുന്നതിന് മുമ്പ് ബാപ്പ ഞമ്മളെ ഏൽപ്പിച്ച അതേ കശാപ്പ് കത്തി ഇപ്പോഴും പുറയിൽ ഇരിപ്പുണ്ട്. ആദ്യമേൽ ഒരിക്കൽ കൂടി ചോര പറ്റുമെന്ന് ഓർത്തോളി. തുടങ്ങാം അല്ലേ സാർ? ക്ഷമിക്കണം, ഇന്ന് ലേലം നിശ്ചയിച്ചിരുന്ന ദിവസമാണ്. സോറി, ചില സാങ്കേതിക കാരണങ്ങളാൽ ലേലം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തീയതി പിന്നാലെ അറിയിച്ചുകൊള്ളാം. ഈ മനയ്ക്കും പറമ്പിനും വേറെ അവകാശങ്ങളുണ്ടല്ലേ? ഭൂപരിഷ്കരണവും മിച്ചഭൂമി പിടിച്ചെടുക്കലും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടും ഒരാളിൻ്റെ പേര് 101 ഏക്കർ പുരയിടം. ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് ആദ്യമേ തന്നെ തോന്നിയതാണ്. ആട്ടെ, ഇതിൻ്റെ മറ്റവകാശങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യം. അത് കൊള്ളാം. കോടിക്കണക്കിന് തൂമുടക്കി വസ്തു വാങ്ങുന്നവൻ വസ്തുവിൻ്റെ ക്ലിയറൻസിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഇത് മുഴുവൻ നിങ്ങളുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന ആധാരം എനിക്കൊന്ന് കാണണം. നിങ്ങളൊരു കുറ്റാന്വേഷണ വിദഗ്ധനെ പോലെ സംസാരിക്കുന്നു. നിങ്ങളിലൊരു കുറ്റവാളിയുടെ ലക്ഷണം കാണുന്നു. വസ്തുവിന്റെ ക്ലിയറൻസിൽ സംശയമുണ്ടെങ്കിൽ വാങ്ങാതെ മടങ്ങാമല്ലോ. നിങ്ങൾക്ക് തോന്നുമ്പോൾ പിടിച്ചു നിർത്താനും അല്ലാത്തപ്പോൾ പറഞ്ഞു വിടാനും ഞാനെന്താ നിങ്ങളുടെ ഉപപ്രധാനമന്ത്രിയാണ്? അജയ്, മനസ്സ് സ്വന്തമാക്കുക എന്നതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് നടക്കാൻ പോകുന്നില്ല. അടുത്ത അവകാശവും പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ അവകാശവാദവുമായിട്ടാണല്ലോ ഇത്രയും ദിവസം ലേലം നീട്ടിക്കൊണ്ടുപോയത്. ഞാൻ ഊർജിതമായിട്ട് അന്വേഷിച്ചു. പുരാവസ്തു വകുപ്പിൽ രാജീവ് വർമ്മ എന്നൊരു ഉദ്യോഗസ്ഥനില്ല. അപ്പോൾ താൻ ഇതുവരെ എന്നെ വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. താങ്കളെ മാത്രമല്ല, ഈ മനയിലെ മുഴുവൻ അന്തേവാസികളെയും വഞ്ചിച്ച് അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ ഈ ചാണക്കിനെ ശക്തമായി തിരിച്ചടി കൊടുത്ത് പറഞ്ഞയക്കണം സാർ. എന്റെ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല. എന്താണോ തനിക്ക് ഇനിയും തന്ത്രങ്ങൾ വല്ലതും ഉണ്ടോ? പിന്നെ ഗതികെട്ട പട്ടിയെ പോലെ നോക്കിക്കാതെ ഇറങ്ങി പോടോ. അപ്പോ ഇന്ന് തന്നെ മനയും പറമ്പ് ഞങ്ങളുടെ പേരിൽ എഴുതാം അല്ലേ സാർ? ഷുവർ, ഇന്ന് ഈ നിമിഷം. നിൽക്കണേ. തന്ത്രങ്ങളുടെ അമ്പൊടിഞ്ഞ ശൂന്യമായ ആവതാഴിയുമായി നിൽക്കുന്ന ചാണക്യൻ
അങ്ങക്ക് ഇനി എന്താണാവോ അരളി ചെയ്യാനുള്ളത്? എൻ്റെ ആവനാഴിയിൽ യാഥാർത്ഥ്യങ്ങളുടെ അമ്പുകൾ ഇനി അവശേഷിക്കുന്നുണ്ടെന്ന്. അപ്പോഴേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പണം ചുമ്മാ കിട്ടുകയാണ്. ഓഹോ, ഇനി എന്റെ പണത്തെ പറ്റിയ അന്വേഷണം. അതെ, പെണ്ണിന് തൻ്റെ ഇടമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, അഹങ്കാരം വേണ്ടതിലധികമുണ്ട്. പക്ഷെ വിവരം തീരെ ഇല്ലാതായിപ്പോയി. കോടിക്കണക്കിന് രൂപ മുടക്കി വസ്തു വാങ്ങുന്നതിന് മുൻപ് ഈ വസ്തുവിൽ ഉടമസ്ഥനുള്ള കൈവശ അവകാശത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഞാൻ എന്തൊക്കെയാണോ പറയുന്നേ? തന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? ശോഭിക്കാതെ സാറേ, ഞാൻ പോയേക്കാം. ഒന്ന് ചോദിച്ചോട്ടെ, 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനയിൽ ഒരു കൊള്ളയും കൂട്ടക്കൊലയും നടന്നിട്ടുണ്ട്, ശരിയല്ല? അതെ, മനയെ സംബന്ധിക്കുന്ന പൂർവ്വകാല ചരിത്രം രഹസ്യമല്ല, എല്ലാവർക്കും അറിവുള്ള സത്യമാണത്. ആ കൂട്ടക്കൊലയിൽ മിസ്റ്റർ ഭട്ടതിരിപ്പാട് ഒഴികെ ബാക്കി എല്ലാവരും ചത്തൊടുങ്ങിയല്ലേ? അതെയല്ലോ, അങ്ങനെയാണല്ലോ 101 പറമ്പും മനയും എനിക്ക് മാത്രം സ്വന്തമായത്. ആ കൂട്ടക്കൊലയിൽ നിന്ന് മിസ്റ്റർ ഭട്ടതിരിപ്പാട് മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? അതൊരു യാദൃശ്ചിക സംഭവം മാത്രം. നോ, നെവർ. ഈ മനയും പറമ്പും സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ വാടക ഗുണ്ടകളെ ഉപയോഗിച്ച് ആ കൊള്ളയും കൂട്ടക്കൊലയും നടത്തിച്ച മിസ്റ്റർ ഭട്ടതിരിപ്പാടല്ലേ? CBI ഓഫീസാണ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇന്നും കടങ്കഥയായി അവശേഷിക്കുന്ന മറ്റൊരു യാദൃച്ഛിക സംഭവം കൂടി അന്ന് നടന്നിട്ടുണ്ട്. അന്ന് ഈ മനയ്ക്കും 25 ഏക്കറിനും അവകാശിയായ ഒരു സ്ത്രീ തൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ മാറത്തടുക്കി പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരിയായ ആ സ്ത്രീയുടെ പേര് സേതുലക്ഷ്മി. അന്നവർ മാറത്തടുക്കി പിടിച്ചിരുന്ന, അതേവരെ പേരിട്ടിട്ടില്ലാതിരുന്ന ആ കുഞ്ഞിന്റെ ഇന്നത്തെ പേര് രാജീവ് വർമ്മ. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് എൻ്റെ ജനനത്തിൻ്റെ ഐഡന്റിറ്റി കാർഡായിരിക്കും. കൈവശമുണ്ട്, സമയമാകുമ്പോൾ ഹാജരാക്കിക്കൊള്ളാം. മനയുടെ യഥാർത്ഥ അവകാശിയായി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഭട്ടതിരിപ്പാടിന് മന വിൽക്കാനും കഴിയില്ല, ഗായത്രിക്ക് വാങ്ങാനും ആവില്ല. ഇനിയുള്ള മത്സരം ഞാനും ഗായത്രിയും തമ്മിലല്ല, ഞാനും ഭട്ടതിരിപ്പാടും തമ്മിലായിരിക്കും. വസ്തു വാങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, വാങ്ങുന്ന വസ്തുവിൽ വിൽക്കുന്ന ആളിനുള്ള കൈവശ അവകാശം. 2, വിൽക്കുന്ന ആളിലെ മിസ് ഗായത്രിയുടെയും പെരുമാറ്റത്തിൻ്റെ അതിരുകൾ. ലാസ്റ്റ് വാണി. ചേച്ചി, അഭയം അന്വേഷിച്ച് നമ്മൾ എത്തിയിരിക്കുന്ന മറ്റൊരു ചെലുത്താൻ്റെ സംഘത്തിലാണ്. ഭാഗ്യം കൊണ്ട് ചതിയിൽപ്പെടാൻ രക്ഷപ്പെട്ടു. ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഉടനെ വന്നേക്കാം. നാരായണൻകുട്ടി, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ, ഞാനിതാ വരുന്നു. മിസ്റ്റർ രാജീവ് വർമ്മയല്ലേ? അതെ. എനിക്ക് രാജുവിനോട് അല്പം സംസാരിക്കാനുണ്ട്. ഓഹോ, ഇത്രയും ദിവസം ആരോടും ഒരു അക്ഷരം പോലും സംസാരിക്കാതെ സദാസമയം മുറിയിൽ കയറി കഥകടച്ചിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ സംസാരിക്കണമെന്ന് തോന്നാൻ എന്താ കാര്യം? നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളിവിടെ കഴിയുന്നത് എനിക്കിഷ്ടമല്ല. രാജീവ്, നിങ്ങളുടെ കൈവശമിരിക്കുന്ന കോടിക്കണക്കിന് പണത്തിന് പിന്നിൽ ഏതോ ഞെട്ടിപ്പിക്കുന്ന രഹസ്യമുണ്ട്. അത് മറച്ചു പിടിക്കാൻ നിങ്ങളിവിടെ ഒളിവിൽ കഴിയുന്നു, അതല്ലേ സത്യം? നോ മിസ്റ്റർ രാജീവ്, എനിക്ക് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഒരു രഹസ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ല എന്ന സത്യം. ആ വൈകല്യം നിങ്ങളാരും അറിയരുതെന്ന് എനിക്കും എൻ്റെ അനുജത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി, എക്സ്ട്രീംലി സോറി. കാഴ്ചശക്തി ജന്മനാ നഷ്ടപ്പെട്ടതാണ്? അല്ല, നഷ്ടപ്പെടുത്തിയതാണ്. ആരാണ് നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയത്? എൻ്റെ ഭർത്താവ്. രാജീവ് പറഞ്ഞ ഞാൻ കേട്ടു, ഞങ്ങൾ മാൻപേടകളാണെന്ന്. ശരിയാണ്, ക്രൂരനായ ഒരു വേട്ടപ്പട്ടിയാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാൻപേടകളാണ് ഞങ്ങൾ. ദൃഷ്ടിയിൽപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങളെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റപ്പെടും. ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുതേ രാജീവ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ധൈര്യമായിട്ട് പറയൂ. ഗൾഫിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. എൻ്റെ ഭർത്താവ് ശ്രീവാസ് കൃഷ്ണൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു. അതേ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു ഗായത്രി. അടുത്ത കാലത്ത് ഞാനൊരു ആക്സിഡൻറ്റ് പെട്ടു. തലയ്ക്ക് സാരമായി പരിക്ക് പറ്റിയ എന്നെ
അബോധാവസ്ഥയിൽ എൻ്റെ ഭർത്താവിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒടുവിൽ ബോധം തെളിഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടമായി എന്ന്. ഏതോ മാരകമായ മരുന്നുപയോഗിച്ച് എൻ്റെ കാഴ്ചശക്തി ബോധപൂർവ്വം നശിപ്പിച്ചത് എൻ്റെ ഭർത്താവായ ഡോക്ടർ ശ്രീവാസ് കൃഷ്ണനാണെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം നേഴ്സായ ഗായത്രിയിൽ നിന്ന് ഞാൻ അറിഞ്ഞു. എന്തിനാണ് അയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത്? എനിക്ക് അംഗവൈകല്യം ഉണ്ടായാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും കിട്ടുന്ന കോടിക്കണക്കിനുള്ള നഷ്ടപരിഹാരം സ്വന്തമാക്കാൻ വേണ്ടി മാത്രം. പിന്നെ ക്രൂരനായ ഭർത്താവിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയായിരുന്നു എനിക്ക്. ഗായത്രി സ്വന്തം തൊഴിൽ പോലും ഉപേക്ഷിച്ച് എൻ്റെ രക്ഷയ്ക്ക് എത്താമെന്ന് വാക്ക് തന്നപ്പോൾ പിന്നെ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ബാങ്കിൽ എൻ്റെ പേരിലുണ്ടായിരുന്ന നിക്ഷേപവുമായി ഞാനും ഗായത്രിയും രഹസ്യമായി നാട്ടിലെത്തി. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയില്ല? എൻ്റെ വീട്ടിൽ എനിക്കിനി ഒരിക്കലും പ്രവേശനം ഉണ്ടാവില്ല. ഒരിക്കലും. എന്താ കാര്യം? ശ്രീവാസ് കൃഷ്ണനുമായുള്ള വിവാഹ ബന്ധത്തെ എൻ്റെ വീട്ടുകാർ ശക്തിയായി എതിർത്തിരുന്നു. ആ എതിർപ്പിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ അയാളോടൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്നെനിക്ക് വീട്ടുകാരുമില്ല. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവ് എന്നെ ബലിയാടുമാക്കി. എനിക്ക് പോകാനൊരിടമില്ല രാജീവ്. ഒരു സംശയം കൂടി, ഗായത്രി നിങ്ങളുടെ അനുജത്തിയല്ലേ? രക്തബന്ധം കൊണ്ട് അല്ല, സ്നേഹം കൊണ്ട് അവൾ എനിക്ക് അനുജത്തിയാണ്. എൻ്റെ കണ്ണുകളാണ്, എൻ്റെ ഊന്നുവടിയാണ്, എനിക്കെല്ലാമെല്ലാമാണ്. അതുകൊണ്ടാണ് സൂസൻ ഫെർണാണ്ടസ് എന്ന പേരുള്ള അവൾക്ക് എൻ്റെ സ്വന്തം അനുജത്തിയുടെ പേര് തന്നെ ഞാൻ നൽകിയത്, ഗായത്രി എന്ന്. രാജീവ്, എന്നെ കമ്പനി അധികാരികളുടെ മുമ്പിൽ ഹാജരാക്കി നഷ്ടപരിഹാരത്തുക നേടിയെടുക്കുക എന്ന ശ്രീവാസിൻ്റെ സ്വപ്നം ഇനിയും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ അന്വേഷിച്ച് അയാൾ എന്ന് റോന്തു ചുറ്റുന്നുണ്ടാകും. ഈ വനപ്രദേശത്തുള്ള ഒറ്റപ്പെട്ട മനയിൽ അയാൾ ഒരിക്കലും എത്തിപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് വാടകക്കാരായിട്ടെങ്കിലും ഞങ്ങളെ ഇവിടെ കഴിയാൻ അനുവദിക്കണം. അയ്യോ, മന എനിക്ക് സ്വന്തം ആയിട്ടില്ല. ആകും. ഏതായാലും നിങ്ങൾക്കിവിടെ സ്വസ്ഥമായി കഴിയാമെന്ന് ഞാൻ ഉറപ്പു തരും. ഗായത്രി, നോ, ഐ ആം സൂസൻ ഫെർണാണ്ടസ്. കോടീശ്വരിയായി നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിത്തിരിച്ച് വേലക്കാരിയായ സൂസൻ ഫെർണാണ്ടസ്. എന്താ കൂട്ടി ഇതൊക്കെ? ഒരു പെൺകുട്ടിയുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളിൽ അമർത്തിക്കൊണ്ട് ഞാൻ ആ മനുഷ്യന് മുന്നിൽ തല്ലേടിയായി, അഹങ്കാരിയായി, ഹൃദയമില്ലാത്തവളെ അഭിനയിച്ചു. എന്തിനാണെന്നോ? നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സ്ത്രീത്വവും സംരക്ഷിക്കാൻ. എന്നിട്ട് നിങ്ങളതെല്ലാം നിമിഷ നേരം കൊണ്ട് അയാൾ കടിയറവ് വെച്ചു. ഇല്ല കുട്ടി, ഇല്ല. അതെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയാളുടെ ശത്രുത പിടിച്ചു പറ്റിയപ്പോൾ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് അയാളുടെ സഹതാപം പിടിച്ചു പറ്റി. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോകുന്നു. എനിക്കതിൽ വിഷമമുണ്ട് ചേച്ചി. പക്ഷെ ഞാൻ പോയേ മതിയാവൂ. യൗവനം വിട്ടുമാറിയിട്ടില്ലാത്ത കോടീശ്വരിയായി നിങ്ങൾക്ക് വേണ്ടത് നിർധനയായ ഒരു പെൺകുട്ടിയുടെ സഹായമല്ല, കോടീശ്വരനായ ഒരു പുരുഷന്റെ സംരക്ഷണമാണ്. അതിനായി ഞാൻ വഴിമാറുന്നു. ചേച്ചിയുടെ എല്ലാ സമ്പാദ്യങ്ങളും ഇതാ ഈ പെട്ടിയിലുണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ വീടെത്താനുള്ള പണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഡോക്ടർ ശ്രീവാസ് കൃഷ്ണ.
ബോധശൂന്യായി കിടന്ന ധരിത്രിയുടെ കണ്ണുകളിൽ ആ മരുന്ന് സ്പ്രേ ചെയ്തത് അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൂസൻ ഫെർണാണ്ടസ് ആയിക്കൂടെ? എന്നിട്ട് ബോധം തെളിയുമ്പോൾ രോഗിയോട് ഡോക്ടറെ കുറിച്ച് ഒരു കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അവരുടെ ബാങ്കിലുള്ള കോടിക്കണക്കിന് നിക്ഷേപവുമായി രഹസ്യമായി നാട്ടിലെത്തുക, ഒരൊറ്റപ്പെട്ട സങ്കേതം കണ്ടുപിടിച്ച് അന്ധയായ രോഗി അവിടെ ഉപേക്ഷിച്ചിട്ട് അവരുടെ കോടിക്കണക്കിന് രൂപയുമായി മുങ്ങുക. അതായിരുന്നില്ലേ സൂസൻ ഫെർണാണ്ടസിന്റെ ലക്ഷ്യം? എന്താ മിസ്റ്റർ രാജീവ് ഷോക്കടിച്ച രോഗിയെ പോലെ നിൽക്കുന്നത്? മറുപടി പറയണം. ഇനി മറ്റൊരു ചോദ്യം. ധരിത്രി എൻ്റെ ഭാര്യയാണ്. നിങ്ങൾ എൻ്റെ ഭാര്യയെ ബലാത്കാരമായി തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് ഞാൻ പരാതിപ്പെട്ടാൽ നിങ്ങൾക്ക് നിയമപരമായ ആനുകൂല്യം കിട്ടുമോ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 3 വർഷം. 3 വർഷം നിങ്ങളോടൊപ്പം കഴിഞ്ഞ സ്ത്രീ നിങ്ങൾ അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തിയതാണെന്ന് ഒരു നഴ്സ് പറയുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിട്ടില്ലേ? എന്താ ഡോക്ടർക്ക് ചെറിയൊരു ഷോക്കേറ്റ പോലെ? ഓ, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ പേര് പറഞ്ഞ മാത്രമേ നിങ്ങളുടെ ഭാര്യ അലറി വിളിച്ച് ബോധം കെടുകയുണ്ടായി. നിങ്ങളോ ശ്രദ്ധിച്ചതാണല്ലോ. ഭർത്താവിൻ്റെ പേര് കേൾക്കുന്ന മാത്രയിൽ ഭാര്യയ്ക്ക് ബോധക്കേട് ഉണ്ടാകണമെങ്കിൽ മെഡിക്കൽ സയൻസിൽ അതിൻ്റെ അർത്ഥം ആത്മാർത്ഥമായ സ്നേഹമെന്നാണോ അമിതമായ ഭയമെന്നാണോ? എന്താ ഡോക്ടർ മറുപടി ഇല്ലാത്തത്? ഡോക്ടർ നിയമപരമായ വഴിയെക്കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോകണമെന്ന് ക്ഷണിച്ചു. ഞാൻ സമ്മതിച്ചില്ല. നിങ്ങൾ മടങ്ങിപ്പോയി. നേരായ മാർഗത്തിലുള്ള കേസായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും എത്തുന്ന പോലീസ് പാർട്ടിയുമായിട്ടായിരിക്കണം. അതുണ്ടായതുമില്ല. അപ്പോൾ നിയമപരമായ വഴിക്ക് നീങ്ങാനും നിങ്ങൾക്കെന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ. ശരിയല്ലേ? എന്താ ഡോക്ടർ അനസ്തേഷ്യ കൊടുത്ത ഗർഭിണിയെ പോലെ നിൽക്കുന്നത്? മറുപടി പറയണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഭാര്യയെ വിട്ടുതരില്ല അല്ലേ? എന്നാര് പറഞ്ഞു? അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഏത് നിമിഷവും വിളിച്ചോണ്ട് പോവാ. ഇഷ്ടമല്ലെങ്കിൽ ബലാത്കാരമായി ഞാൻ കൊണ്ടുപോകും. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ രാജീവ്, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് സൂസൻ ഫെർണാണ്ടസ് മാത്രം പോരെ? അത് ശരി. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുമായി ഞാൻ ശാരീരിക ബന്ധം പുലർത്തുന്നു എന്നർത്ഥം. എങ്ങനെ വിശ്വസിക്കാം? പുരുഷനല്ലേ? നിങ്ങളുടെ സ്വഭാവത്തിന്റെ തോത് വെച്ച് പുരുഷവർഗത്തെ മുഴുവൻ നടക്കാതിരിക്കണം മിസ്റ്റർ. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാം. സ്വന്തം ഭാര്യയുടെ കണ്ണു കുത്തിപ്പൊടിച്ചിട്ട് കോടിക്കണക്കിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി നടക്കുന്ന ഒരു വെളുത്ത ചെകുത്താനോട്. രാജീവ്, ഡോക്ടർ ശ്രീവാസ് ഇനിയും വരും. ലക്ഷ്യവും സാധിച്ചുകൊണ്ടേ മടങ്ങൂ. അന്ന് കണ്ണുകൾ നഷ്ടപ്പെട്ട ഭാര്യയെ കൈയടക്കി വെച്ചവന് ഒരുപക്ഷെ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടെന്ന് വരും. രാജീവ്, വല്ലാത്ത പ്രതിസന്ധിയിലായല്ലേ? ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. അതെങ്ങനെയാ? പുരുഷന്റെ തന്റെയും ആത്മവിശ്വാസവും ഒക്കെ ഉള്ളൊരു പെണ്ണല്ലേ എനിക്ക് കൂട്ടിനുള്ളത്. തന്റെ ഇടത്തിന് ആത്മവിശ്വാസത്തിന് ഇപ്പോഴൊരു കുറവുമില്ല. അയ്യോ, ഇനി അതാരോടും പറയണ്ട കേട്ടോ. നാണക്കേടാ. ഡോക്ടറെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോഴേ ഡോക്ടറെ കണ്ട മാത്രയിൽ അതുവരെ തള്ളിപ്പറഞ്ഞ പുരുഷന്റെ മുന്നിൽ തന്നെ അഭയം തേടാൻ എന്താ കാര്യം? അപ്പൊ എത്ര തന്റേടിയായ പെണ്ണിനും ഒടുവിലൊരു പുരുഷന്റെ തണൽ ആവശ്യമാണല്ലേ? അതൊക്കെ പോട്ടെ. ഗായത്രിയുടെ ചുമതല വർദ്ധിച്ചിരിക്കുകയാണ്. ഗായത്രി ധരിത്രിക്ക് എപ്പോഴും കാവലുണ്ടായിരിക്കണം. പിന്നെ ഗായത്രി ഡോക്ടറുടെ നോട്ടപ്പുള്ളിയാണ്, സൂക്ഷിക്കണം. ഡോക്ടർ ആക്രമിക്കാൻ വന്നാൽ ചില മുൻകരുതലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതെന്താണ്? അന്ന് അയാൾ ചേച്ചിയുടെ കണ്ണിൽ സ്പ്രേ ചെയ്ത മരുന്ന് എൻ്റെ കൈവശമുണ്ട്. ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് അയാളുടെ കണ്ണിൽ ഞാൻ പ്രയോഗിച്ചിരിക്കുന്നു. ബോധശൂന്യായി കിടന്ന എന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ആ മരുന്ന് സ്പ്രേ ചെയ്തത് അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സ് സൂസൻ ഫെർണാണ്ടസ് ആയിക്കോട്ടെ. എന്താ രാജീവ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒന്നുമില്ല. ഗായത്രിയുടെ തൻ്റെ ഇടത്തിന്റെ വലിപ്പം നോക്കിപ്പോയാ. അപ്പോഴേ ആ മരുന്ന് ഞാനൊന്ന് കാണുന്ന വിരോധമുണ്ട്. സോറി, ഞാനത് സുരക്ഷിതമാരെടുത്ത് സൂക്ഷിച്ചിരിക്കുക. ഇനി ഒരിക്കൽ കാണാം. നിങ്ങൾക്ക് ഗായത്രിക്ക് ഗൾഫിൽ എന്ത് ശമ്പളം ഉണ്ടായിരുന്നു? 60,000 രൂപ. പ്രതിമാസം 60,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് ധരിത്രിയോടൊപ്പം ഇറങ്ങിപ്പോരാൻ ധരിത്രി നിങ്ങൾക്കാരാണ്? ക്രൂരനായ ഡോക്ടർ ശ്രീവാസ് കൃഷ്ണനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് തോന്നാൻ ഞങ്ങൾ രാജീവിനാരാണ്? അത് മനുഷ്യത്വപരമായ ഒരു ധർമ്മം മാത്രം. ഞാനും ആ ധർമ്മമാണ് നിർവഹിച്ചത്. 3 വർഷം ഡോക്ടറോടൊപ്പം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തവളാണ് ഞാൻ. 50 റിയാൽ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരെയും മാറാരോഗ്യമാക്കാനും മടിയില്ലാത്ത ദുഷ്ടനാണ് അയാൾ. അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, പണം. രാജീവിനറിയാമോ? നഷ്ടപരിഹാര തുക നേടിയ ശേഷം ചേച്ചിയെ കൊല്ലുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. അന്യനാട്ടിൽ ആരോരും ആശ്രയമില്ലാത്ത അവസ്ഥയിലായിപ്പോയി ആ സ്ത്രീയെ ഞാൻ രക്ഷപ്പെടുത്തിയത് തെറ്റാണ് രാജീവ്? അപ്പൊ ഇതൊരു ത്യാഗമായി. അതെ, ആതുര ശുശ്രൂഷ രംഗത്ത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ കാട്ടിയ അതേ ത്യാഗമനസ്ഥിതി
വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. നിനക്കത് എന്ത് പറ്റി? എന്നെ അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക. മനയും പറമ്പ് സ്വന്തമാക്കി തരാന്ന് പറഞ്ഞ സാർ എന്നെ വിളിച്ചോണ്ടോ. ഇതിപ്പോ സ്വന്തമായതുമില്ല. എവിടുന്നാ വന്ന് 2 പെൺപിള്ളേരെ പ്രശ്നം കൂടി സാർ തലയിലേറ്റ് വെച്ചിരിക്കുന്നു. എന്താ സാറിന്റെ ഉദ്ദേശം? നാരായണൻകുട്ടി, ഞാൻ ലക്ഷ്യത്തിലെത്താനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. നിർത്ത്. ഈ കരുനീക്കത്തെ പറ്റി കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കിയാണ്. നാരായണൻകുട്ടി, ഈ മഴയുടെ അവകാശി രാജീവ് വർമ്മ നിങ്ങളാണെന്ന് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ വെറും ഒരു ഡ്രൈവർ. ഈ മനയുടെ യഥാർത്ഥ അവകാശിയായ സേതുലക്ഷ്മിയുടെ മകൻ ഞാനാണെന്ന സത്യം ഞാനിവിടെ എല്ലാവരും തുറന്ന് പറയാൻ പോവുക. നാരായണൻകുട്ടി, ആ രഹസ്യം നീ ഇപ്പോൾ പുറത്ത് വിടരുത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിലനിൽപ്പില്ലാതെ വരും. നിങ്ങൾ നിലനിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ അമ്മാവനുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. മന വിട്ടെന്നില്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും. അപ്പോൾ ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തൊക്കെ നീ മറന്നു. സാറെന്ന് എന്റെ വിഷമം മനസ്സിലാക്കാത്ത മാറാരോഗ്യ എൻ്റെ അമ്മയ്ക്ക് അവസാനമായി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അവർ ജനിച്ചവളെന്ന് ഈ മനയിൽ കിടന്ന് മരിക്കണമെന്ന്, അവരുടെ ജഡം ഈ പറമ്പിൽ അടക്കം ചെയ്യണമെന്ന്. ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഈ മകന് കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അമ്മ അത്രയ്ക്ക് അവശതയാണ് സാർ. നാരായണൻകുട്ടി, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്തായാലും നീ കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് ക്ഷമിച്ച മതിയാവും. ഞാൻ എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നോട്ടെ സാർ. അയ്യോ, അത് വേണ്ട. അത് അപകടമാണ്. നിന്റെ അമ്മ കൊല്ലപ്പെട്ടു എന്നാണ് ഭട്ടതിരിപ്പാട് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ തീർച്ചയായും അയാൾ അവരെ കൊല്ലാൻ ശ്രമിക്കും. ആദ്യമായി നിന്റെ അമ്മയ്ക്ക് ഈ മനയിലുള്ള അവകാശം തെളിയിക്കുന്ന പഴയ ആധാരം സംഘടിപ്പിക്കണം. അതുണ്ടായിരുന്നെങ്കിൽ ഈ പാടൊന്നും വരികയില്ലായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭട്ടതിരിപ്പാടിനെ തളയ്ക്കാം. ആ പഴയ ആധാരത്തെക്കുറിച്ച് ഒരു അറിവും കിട്ടിയില്ലേ സാർ? ഓ, അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? അതുവരെ ക്ഷമിക്കാം. അതുവരെ നീ ഡ്രൈവർ നാരായണൻകുട്ടിയും ഞാൻ ഈ മനയുടെ അവകാശി രാജീവ് വർമ്മയും. ഓക്കെ? നമ്മുടെ കാറിൻ്റെ ഫോണല്ലേ അത്? അതെ. ആരാത്? അത് നമ്മുടെ ആ കാട്ടുജാതി. നമ്മളൊക്കെ കാട്ടുജാതിയാ? അല്ല, എൻ്റെ അല്ല, സുന്ദരി സാർ. സുന്ദരി സാറും ആയോ? ആരാണ് അവളെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഞാൻ തന്നെയാ. ഓഹോ. വെറുതെ ഇങ്ങനെ ഡ്രൈ അടിച്ചപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി ഫോണൊക്കെ അടുപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അത് ശരി. കേട്ടു. ഇപ്പൊ സുന്ദരി നാരായണൻകുട്ടിയായിട്ട് അങ്ങ് ലോകത്തിലല്ലേ? തുടങ്ങി. ഒരു കൊട്ട എടുത്ത് വെച്ച് വള്ളിയും വലിച്ചിട്ടാ നാരായണൻകുട്ടി. അയ്യ, അത് നായക്കുട്ടിന്നല്ലേ? അതിനല്ലേ അവള് കൊട്ട എടുത്ത് വെച്ചിരിക്കുന്നത്, നിന്നെ കമത്തി അടയ്ക്കാൻ. അല്ല, സുന്ദരി നാരായണൻകുട്ടി ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? അത് പിന്നെ സാർ നല്ല മനുഷ്യനാ. കാറിന്റെ അകത്ത് കയറിയിരുന്ന് നിരപ്പിച്ച് ഭൂലോകം മൊത്തം ചുറ്റാ. ഏന് കാറുമേ കയറാൻ എന്തൊരിഷ്ടാണെന്നാ. എന്നൊരു കാര്യം ചെയ്യും, സുന്ദരി നാരായണൻകുട്ടി ഞാൻ കല്യാണം കഴിച്ചോ? കല്യാണം കഴിക്കില്ല. വേണമെങ്കിൽ തമ്പ്രാനാണ് കല്യാണം കഴിക്കാം. അയ്യോ, അയ്യേ, ഇത് പോക്കേസാ. എടി, ഫോണടിക്കാന്ന് പറഞ്ഞ അവിടേക്ക് വാ. നിനക്കുള്ള വെച്ചിട്ടുണ്ട് ഉണ്ടക്കണ്ണി. ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല, കാട്ടിലായാലും നാട്ടിലായാലും. ശരി, അപ്പൊ കൊറേ ഉണ്ടെന്ന് തോന്നുന്നു. വള്ളൂർക്കാവില് വേല വരുന്നു. ഏഴ് കുപ്പായം വാങ്ങാൻ 17 രൂപ തരൂ തമ്പ്ര. 17 രൂപ എന്നാ കല്യാണം കഴിക്കാവോ? 17 രൂപ എന്നാ ഇപ്പൊ ഒന്ന് കല്യാണം കഴിക്കാം. ഇനി വരുമ്പോ എനിക്ക് കൊലുസ് വാങ്ങിക്കാൻ 20 രൂപ അപ്പയും ഒന്ന് കല്യാണം കഴിക്കാം. വേണ്ട വേണ്ട, നിന്നെ കല്യാണം കഴിക്കണേ ഞാൻ എപ്പോഴും പോക്കറ്റ് കാശും കൊണ്ട് നടക്കണ്ടേ? അതൊക്കെ പോട്ടെ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനയിൽ ഒരു കൊള്ളയും കൂട്ടക്കൊലയും നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിന്റെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? അന്ന് ഒരു തമ്പുരാട്ടി ഇവിടെ ഒന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി. ആ തമ്പുരാട്ടിയെ കുറിച്ച് നിന്റെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ശരി. അന്ന്
തമ്പുരാട്ടിയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അതെവിടെയോ നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് നിന്റെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പെട്ടിനെ പറ്റി അപ്പൻ പറഞ്ഞതായി ഏന് തോന്നുന്നില്ല. ഏൻ ഒന്നോട് ചോദിച്ചോക്കാൻ തമ്പ്രാ. എന്നൊരു കാര്യം ചെയ്യും, ആ പെട്ടിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് വിവരങ്ങൾ വിശദമായിട്ട് എന്നെ വന്ന് അറിയിക്കണം കേട്ടോ. 100 രൂപയുണ്ട്, കൊലുസും കുപ്പായും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. എന്താ സുന്ദരിക്കൊരു വിഷമം പോലെ? തമ്പ്രാ, കൊച്ചമ്പ്രാട്ടിനെ ചൊരം കെടുത്ത് വിട്ട കുറ്റത്തിനാ എന്റെ അപ്പാപ്പനെ പട്ടേരി തമ്പ്രാൻ വെട്ടിക്കൊന്നത്. അതിപ്പോ പറഞ്ഞ കാര്യമാണല്ലോ. എന്റെ അപ്പന്റെ കയ്യിലെങ്ങാനും പെട്ടിയുണ്ടെങ്കിൽ ഏനത് തമ്പ്രാന്റെ കൈ കൊണ്ടുതന്നെന്ന് അറിഞ്ഞ പട്ടേരിപ്പാട് ഏനെയും കൊല്ലൂല്ലേ. തുന്തരി ചത്ത പിന്നെ എന്റെ അപ്പന് ആരുമില്ല തമ്പ്ര. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? നിനക്കൊന്നും സംഭവിക്കില്ല. നീ ആ വിവരം രഹസ്യമായിട്ട് എന്നെ വന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ശരി അമ്പ്ര. പച്ചെങ്കിലേ പട്ടേരി പറഞ്ഞ് ഏനെ കൊല്ലുന്നെങ്കിൽ തമ്പ്രാൻ എന്റെ അപ്പന് 100 രൂപ കൊടുത്തേക്കണം. സുന്ദരി ചത്ത പിന്നെ എന്റെ അപ്പന് കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കാൻ ആരുമില്ല. മൂപ്പന്റെ മുന്നിൽ 100 രൂപ വെച്ച് തപ്പിച്ചല്ല എന്റെ അപ്പന് വേറൊരു പൊട്ടട്ടേക്ക് ഉണ്ട്. അപ്പൊ തുന്തരി ഇല്ലെങ്കിലും അപ്പനൊരു ഉണ്ടാവുമല്ലോ. അതിനിവിടെ പുല്ലൊന്നും ഇല്ലല്ലോ. അരിഞ്ഞുകളയും നമ്മള്. നിങ്ങളെ തന്നെപ്പ നിങ്ങളല്ലേ മനോന്റെ പുതിയ അവകാശി സേതുലക്ഷ്മിയുടെ മോ രാശാവർമ്മ. എന്നാലേ നമ്മള് നമ്മുടെ പുറകെ ചുറ്റുമുള്ള 10 ഏക്കർ പറമ്പ് വളഞ്ഞ് വേലിയും വെച്ച് കഴിഞ്ഞ്. നല്ല കാര്യം. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിക്കാൻ നമുക്ക് മനസ്സില്ലപ്പ. 44 വർഷമായി നമ്മൾ ഈ മരവക പറമ്പിൽ കുടികിടക്കണ്. നമ്മള് മാത്രല്ല, നമ്മളും നമ്മളെ കെട്ടിയോനും 14 മക്കളും. പിന്നെ 14 മക്കളാ? ഉമ്മയുടെ കെട്ടിയോൻ ഇപ്പഴും ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് ഇപ്പൊ അങ്ങക്കൊരു പുജ്ഞം പോലെ? അല്ല, മക്കളുടെ ഇനിയും കൂടുവെന്നറിയാനാ. എന്തിനാ ഉമ്മ ഇപ്പോഴേ അറിയുന്നത്? ഉമ്മായിക്ക് ഞാൻ 25 ഏക്കർ തരാൻ തീരുമാനിച്ചിരിക്കാം. സത്യം. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവന്മാരെ അവരുടെ കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം വെട്ടിയരിഞ്ഞു കൊന്നത് ഉമ്മയുടെ ബാപ്പ ഷൗക്കത്താലിയായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത അവരോട് ആ കടുങ്കൈ കാണിക്കാൻ ഉമ്മയുടെ ബാപ്പായ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? പൊന്നുമോനെ, പടച്ചോനാണേ സത്യം. അരുങ്കൊല ചെയ്യാൻ പോവരുതെന്ന് നമ്മുടെ ബാപ്പാടെ കാല് പിടിച്ച് നമ്മളെ അപേക്ഷിച്ചതാ. അന്നത്തെ ചോര തളപ്പില് ബാപ്പ അത് കേട്ടില്ല. കൂലിക്ക് വേണ്ടി കൊല്ലാൻ പോയതാ. കൊടുക്കാൻ ഹറാൻ പറഞ്ഞ നായിന്റെ മോനുണ്ടല്ല, നിങ്ങൾ അമ്മാവൻ പട്ടേരിപ്പാട്. ഓ പറഞ്ഞു സമ്മതിച്ച കൂലി മുയ്യം കൊടുത്തില്ല മോനെ. കൊടുക്കാൻ നമ്മുടെ ബാപ്പ വെള്ളവർ മണ്ണ് കുയ്ത്ത് മയ്യത്താവുന്നതിന് മുമ്പ് ഈ കശാപ്പ് കത്തി നമ്മളെ ഏൽപ്പിച്ചിട്ട് ബാപ്പ പറഞ്ഞു, കദീസ, കുടിയിറക്കാരെ കൊണ്ട് ആരെങ്കിലും വരുന്ന ഒരുത്തന്റെ ചോരയും കൂടി ഇതുമ്പോ പറ്റിക്കണോന്ന്. ഞമ്മക്കാരെയും കൊല്ലണമെന്നില്ല മോനെ. ഞമ്മക്ക് നമ്മുടെ വക പറമ്പ് മാത്രം കിട്ടിയാൽ മതി. ഉമ്മയ്ക്ക് ഞാൻ എന്തും തരും. ഉമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്നു. എന്താ ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട് മോനെ. നമ്മുടെ മൂത്ത മോനെ അവക്കരെ പോലെ എന്താ നമ്മള് സ്നേഹിക്കണേ. എന്താണ് മോനെ? മോനെ ഉമ്മയെ കൊല്ലാൻ പട്ടതിരിപ്പാട് ആലോചിച്ചോണ്ടിരിക്കുക. പഠിച്ചോനെ നേരെ ഉമ്മയെ മാത്രമല്ല, ഉമ്മയുടെ കെട്ടിയവനെയും 14 മക്കളെയും കൊല്ലാനും ഉമ്മയുടെ കുടിൽ തീ വെച്ച് നശിപ്പിക്കാനും ഒട്ടതിരിപ്പാട് ഗുണ്ടാ സംഘത്തെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. കാര്യം എന്താണെന്ന് അറിയണ്ടേ? എന്താണ് വെക്കം പറയും? നമുക്ക് ചോര തിളയ്ക്കുന്നുണ്ട്. ഉമ്മ, എന്റെ അമ്മ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ഒരു പ്രമാണക്കെട്ടുണ്ടായിരുന്നു. അതെവിടെയോ നഷ്ടപ്പെട്ടു. അത് ഉമ്മയുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തോ അടച്ചോനെ, ആ പ്രമാണക്കെട്ട് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഓനെങ്ങനെ അറിഞ്ഞു? അത് ഉമ്മയുടെ കയ്യിലുണ്ടോ? ഉണ്ട് പോലെ. അന്ന് ബായി കടന്ന് കിട്ടിയതാ. നമ്മുടെ പറയല്ലേ ഇരിപ്പുണ്ട്. ആശ്വാസം, രക്ഷപ്പെട്ടു. എന്താണ് പോലെ? രക്ഷപ്പെട്ടില്ലുമ്മ. ആ പ്രമാണക്കെട്ട് ഉമ്മയുടെ കുടിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ ഉമ്മയുടെ ആയുസിന് യാതൊരു ഉറപ്പുമില്ല. ഇനിയിപ്പോ എന്തിനാ ഈ വഴി കിടന്ന് കിട്ടുന്നൊക്കെ കൂടിക്കൊണ്ട് വെക്കുന്നത്? ഇനി എങ്ങനെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഉമ്മ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ആ പ്രമാണക്കെട്ടെടുത്ത് എൻ്റെ കൊണ്ടുത്തരിക.
എന്നിട്ട് പ്രമാണം എൻ്റെ കയ്യിലാണെന്ന് ഭട്ടതിരിപ്പാടിനെ ബോധ്യപ്പെടുത്തി നല്ല 4 വർത്തമാനം കൂടെ പറയുക. ഉമ്മയുടെ കാര്യം സുരക്ഷ അത് നമ്മൾ ഏറ്റുമോനെ ഓന്റെ മോന്തക്കുറ്റിക്ക് നോക്കി 4 ഓണത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ വിക്കൻ ഒരെണ്ണം കൂടെ കൊടുത്തേ. അത്രയ്ക്കായോ പറഞ്ഞ എന്താണ് മോനെ ഭട്ടതിരിപ്പാടപ്പൊ തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞോളെ നിന്റെ ലക്ഷ്യം സാധിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ആ പഴയ ആധാരം തിരിച്ചു കിട്ടിയോ സർ? കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നീ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് എന്നെ കണ്ടാൽ മതി. ഈ ഉപകാരത്തിന് ഞാൻ എങ്ങനെയാണ് സാറിനോട് നന്ദി പറയേണ്ടത്? എനിക്ക് വേണ്ട നന്ദിയല്ല, പറഞ്ഞു സമ്മതിച്ച തുക. நீ வீரியாருக்கு பாரி பாரி கொடுத்து நம்ம நடக்கனோடு சொன்னியப்பட்டு நீ நமக்கு ஒரு சொக்கு தண்ணிല്ലല്ലോ. എന്ത് ചെയ്യാൻ നാരാക്കുട്ടി, നമുക്ക് ഈയിടെയായി കഷ്ടകാലമാണേ. മനവക 10 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയില്ല. ഇപ്പൊ നമ്മുടെ കുടുംബത്ത് മറ്റൊരു ട്രബിൾ. എന്ത് ട്രബിൾ? നമ്മുടെ മൂത്ത മകളില്ലേ, അവക്ക് 2 മാസത്തെ ഡെപ്പോസിറ്റ്. അതാണ് പുതിയ അക്കൗണ്ടുകാരൻ. നാരാക്കുട്ടി നിനക്കറിയില്ലല്ലേ. അനാവശ്യം പറയരുത്. അനാവശ്യമല്ലേ, ആവശ്യമാണ്. ആരാണെന്ന് നമ്മൾ എത്ര ചോദിച്ചിട്ടോ അവൾ പറയുന്നില്ല. ആരാണെന്ന് പറയാൻ 10% കമ്മീഷൻ കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞു, എന്നിട്ടും അവൾ പറയുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട നാരാക്കുട്ടി? കമ്പത്തേട്ടൻ ഒരു കാര്യം ചെയ്യും, ആർക്കെങ്കിലും ഒരു ചെറിയ കമ്മീഷൻ കൊടുത്ത് അവൾ ഐശ്വര്യ കെട്ടിച്ചു വിടും. നാരാക്കുട്ടി നിന്റെ ശരീരമൊക്കെ ആകെ അങ്ങ് മോശമായി പോയല്ലോടെ. നിനക്ക് വെച്ച് വളമ്പി തരാനൊന്നും ആരും ഇല്ല അല്ലേ. ഒരു കാര്യം ചെയ്യേ, നിനക്ക് ഒരു 25,000 രൂപ കമ്മീഷൻ തരാം. നീ വായിക്ക് രുചിയായിട്ട് അവളെ കെട്ടി രസപ്പെടാമെങ്കിൽ രസപ്പെടും മറുമോണേ. മാമനാണ് കയ്യറും മാമാന്ന് വിളിപ്പിക്കരുത്. മാത്രമല്ല ഞാൻ ഒരാളുടെ ഡെപ്പോസിറ്റിന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യാറില്ല. ഞാനേ പുതിയ അക്കൗണ്ട് നിക്ഷേപിച്ചോളാം. നാരാക്കുട്ടി അതങ്ങ് എഴുതി തള്ളുന്നേ. ദിവസം കഴിയുന്തോറും അത് സ്വയംവർദ്ധനയായി മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ എഴുതി തള്ളേക്കില്ലേ. എന്നാ നിങ്ങൾ പിൻവലിക്കും. ഒരു കാര്യം ഞാൻ പറയാം, മേലെ ഇതിന്റെ പേരിൽ എന്റെ പിന്നാലെ വന്നേക്കരുത്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ നമ്മളത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. പിന്നെ എന്താണോ കമ്മത്തെ, തനിക്ക് ഈയിടെയായി എന്നെ കാണുമ്പോ മുഖം തിരിച്ചൊരു പോക്ക്. കടവുകളില്ലാത്ത കോവിലാരെങ്കിലും തൊഴാൻ നിൽക്കുമോ സാറേ? മലയുടെ യഥാർത്ഥ അവകാശം വന്നു. നമ്മുടെ 10 ലക്ഷം കമ്മീഷൻ സീറ്റിയും പോയി. പിന്നെ നമ്മൾ എന്തിനാണ് ഇപ്പൊ നിങ്ങളെ താങ്ങുന്നത്? നിങ്ങൾ വെറും ഒരു ഓട്ടപാത്രം. കുമ്മത്തെ നമ്മൾ വേറെ കമ്മീഷൻ കിട്ടുന്ന പണി നോക്കാൻ പോണോ? പറഞ്ഞു സമ്മതിച്ച 10 ലക്ഷം രൂപയും തനിക്ക് കമ്മീഷനായി തന്നിരിക്കും. അല്ലടോ, മനയും പറമ്പ് സ്വന്തമാക്കാൻ വേണ്ടി 3 സഹോദരങ്ങളെയും 5 കുഞ്ഞുങ്ങളെയും നിർദാക്ഷിണ്യം കൊല്ലിച്ച ഞാൻ ഇന്നും അതേ തന്ത്രം തന്നെ സ്വീകരിക്കാൻ പോകുന്നു. രാജീവർമ്മയെ കൊല്ലുക. ഒരു ചെറിയ കൃത്യം നിർവഹിക്കാൻ നമുക്കൊരു വ്യക്തിയെ കിട്ടിയിട്ടുള്ളൂ. ഡോക്ടർ ശ്രീവാസ് കൃഷ്ണ. രാജീവ് വർമ്മയുടെ 1ാം നമ്പർ ശത്രുവാണ് ഡോക്ടർ ശ്രീവാസ് കൃഷ്ണ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും കൊലപാതകമാണ് തെളിയാത്ത രീതിയിൽ അതിവിദഗ്ധമായി കൃത്യം നിർവഹിക്കാൻ ഡോക്ടർ ശ്രീവാസിന് കഴിയും. ഇവിടെ നമ്മുടെ അയാൾ ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയാൽ പോരെ എന്ന് പറയുന്നുള്ളൂ. തന്നെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നത് വലിയ മനുഷ്യൻ ബുദ്ധിമാൻ. നല്ല നാല് വർത്താനം പറഞ്ഞ ആട്ടുകൊണ്ട് വെച്ചൂടെ? പട്ടിക്കിട്ട് കൊടുക്കും. നമ്മളെ കെട്ടിയാണി 14 മക്കളെ കൊണ്ടൊന്ന് കുടില് തീ വെക്കും. പോകരുത്. നമ്മളെ കൊന്ന് പ്രമാണം കെട്ടെടുക്കാൻ ഗുണ്ടാസംഘത്തെ ഏർപ്പെടുത്തിയിട്ട് ഇപ്പം നിന്ന് പുണ്യാണച്ചമ്മയാണ്. പ്രമാണം കെട്ടേ ഇപ്പൊ ഞമ്മന്റെ കയ്യിലില്ല, ദേ മോന്റെ കയ്യില. ഇനി നീ നമ്മുടെ കുടിലിൽ തീ വെക്കോടാ. വേർക്കൻ അലറി വിളിച്ച മൂലക്കുരു പൊട്ടിക്കണ്ട. ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, 5 ആൾക്കാരെ വെട്ടിക്കൊന്നേന് നമ്മുടെ പാപ്പാക്ക് പറഞ്ഞ് സമ്മതിച്ച കൂലി കൊടുക്കാത്ത പരമ നോറിയാ നീ ഞമ്മക്ക് വെറും പുല്ലാടാ. ദേ നമ്മളോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ അന്റെ ഓണക്ക തല ഈ പാക്കത്തിമേലിരിക്കും. ഓർത്തോളേണ്ട്. അധികം പണി അപ്പൊ നമ്മള് പോട്ടെ. ഇനി ആരെങ്കിലും ഉമ്മയുടെ വേലിക്കെട്ട് കുളിക്കാനെ കൊണ്ട് വന്നാൽ നമ്മളെ
കത്തിയും കൊണ്ട് നടക്കുന്നത്. ഓഹോ, അപ്പൊ അവളെ ഇളക്കി വിട്ടോ നീ ആയിരുന്നു. ആ ഇളക്കിന് ഞാനാ വിട്ടതല്ല. രാജീവ്, ഈ മനയിൽ എനിക്കുള്ള അവകാശം തെളിയിക്കണമെന്നായിരുന്നല്ലോ നിങ്ങളുടെ ഡിമാൻഡ്. ഇതെന്താണെന്നറിയാമോ? ഈ മനയുടെ 25 ഏക്കറിന്റെ ആധാരം. ഇത് ഖദീജമ്മയുടെ കയ്യിലുണ്ടെന്ന് നിങ്ങളും അറിഞ്ഞില്ല. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഉമ്മയും അറിഞ്ഞില്ല. ഇനി മറ്റൊന്ന്, കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന സേതുലക്ഷ്മി ഇന്നും ജീവിച്ചിരിക്കുന്നു. എവിടെയാണ് എന്റെ സേതുലക്ഷ്മി? എൻ്റെ അമ്മച്ചി, എനിക്ക് വയ്യ. വർഷങ്ങളായി കാണാതിരുന്ന സ്വന്തം സഹോദരിയെ ഒരു നോക്ക് കാണാനുള്ള ആകാംക്ഷയല്ല, കണ്ടെത്തി കൊല്ലാനുള്ള വ്യഗ്രതയല്ലേ നിങ്ങൾക്ക്. എങ്കിൽ മറ്റൊന്നുകൂടെ അറിഞ്ഞോളൂ. നാരായണൻകുട്ടി, ഇവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ഛായ ഇവനിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഇവനാണ് ഈ മനയുടെ 25 ഏക്കറിന്റെ അവകാശിയായ സേതുലക്ഷ്മിയുടെ മകൻ നാരായണൻകുട്ടി. നാരായണൻകുട്ടി, ഇതാ നിന്റെ ആസ്തി തെളിയിക്കുന്ന ആധാരം. നീ വിഷമിക്കണ്ട, നീ എനിക്കൊന്നും തരണം. പോരെ, ഇനി നിന്റെ അമ്മാവനെ കൺകുളിർക്കെ കണ്ടോടാ. കണ്ടിട്ടുണ്ട്, ഒളിഞ്ഞു നിന്ന് മതിവരുവോളം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സാറിനോട് പറയാത്തൊരു ഉപകാരം കൂടി എൻ്റെ അമ്മയ്ക്കുണ്ട്. എന്താണ്? ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ ഓരോരോ ഉടപ്പിറപ്പിനെ അവസാനമായി ഒന്ന് കാണണമെന്ന്. അമ്മാവ, നിങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. അമ്മയ്ക്ക് ഇവിടെ വരാനും ഈ മനയിൽ കിടന്ന് മരിക്കാനും മാത്രം അമ്മാവൻ അനുവദിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മനയുടെ പേരിൽ ഒരവകാശവും പറഞ്ഞ് ഞാനിവിടെ നിൽക്കില്ല. ഇത് അമ്മാവൻ എന്നെ വിട്ടു വന്നിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ആ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഹരികൊല ചെയ്യരുത്. ഇത്രയൊക്കെ ഹീനകൃത്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ സഹോദരി നിങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അനന്തരവൻ ഈ മനയും പറമ്പ് നിങ്ങൾക്ക് തന്നെ വിട്ടുതന്നിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നു. ആ വികാരവും ഭാഷയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. വിശപ്പ് മൂക്കുമ്പോൾ ചില മൃഗങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു തിന്നാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ മൃഗങ്ങളും എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാറുണ്ട്. ഇവിടെ സമ്പത്തെന്ന വിശപ്പ് മൂത്തപ്പോൾ സ്വന്തം സഹോദരങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ കൊന്ന നിങ്ങൾ മൃഗവുമല്ല മനുഷ്യനുമല്ല. സാർ മനയുടെ അവകാശിയാണെന്ന് മനസ്സിലായി. പിന്നെ സാർ യഥാർത്ഥത്തിൽ ആരാകുന്നു സാർ? അറിയണം? പിന്നെ അത്യാവശ്യം. പിന്നെ ഞെട്ടരുത്. ഇല്ല. കമ്മീഷണർ. കമ്മീഷണർ? അതെ, കമ്മത്തിനെ പോലെ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി. കയ്യൂക്കുളവൻ അതില്ലാത്തവന്റെ അവകാശങ്ങൾ തട്ടിയെടുത്താൽ അത് തിരികെ വാങ്ങിക്കൊടുക്കുന്ന മാന്യനായ ഒരു വാടക ഗുണ്ട. ആദ്യം പുറാവസ്തു വകുപ്പായി, പിന്നെ സേതുലക്ഷ്മിയുടെ മകനായി, ഇപ്പൊ വാടക ഗുണ്ടയായി. ഇനിയിപ്പോ നാളെ ആരാകും സാർ? കുന്തം. കുന്തം പോയാ തപ്പണം. ആധാരമേനെ ഖദീജയുടെ കൈ വന്നു. ആ വിവരം ഇവരറിഞ്ഞു. സകല പ്രദേശങ്ങളും തറന്നല്ലോ. നമ്മളെന്ത് ചെയ്യും സാർ? താൻ ആദ്യം ഇവിടെ കാര്യത്തിനാണ്ട് കൂടി കുറെ കറക്റ്റ് നിന്നും പിടിച്ചു. പിന്നെ മാനേരാണ്ട് കൂടി കുറെ വെട്ടി വെഴുകി. ഇപ്പോൾ കമ്മീഷനുണ്ടാകെ നടക്കുന്നു. എടാ, ഇത്രയും വിലപിടിപ്പുള്ള ആധാരം ഖദീജയുടെ കയ്യിൽ ഇരുന്നിട്ട് അത് അറിയാൻ കഴിയാതെ പോയി. താൻ കരുതിയാണല്ലോ. അതെ, നമ്മൾ കരുത തന്നെ. പക്ഷെ തന്നെ ആ വകുപ്പിലും പെടുത്താൻ പറ്റില്ലെന്നാണല്ലോ വർമ്മ സാർ പറഞ്ഞു. ചെയ്തിടത്തോളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം താൻ ഒറ്റത് കഴിവേടാ. പട്ടേ ഇല്ലാത്ത പൊള്ളാപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മേൽ പഴി ചാരരുത്. ഞാൻ എന്റെ കൈചൂണ്ടി സംസാരിക്കുന്നു. താൻ ആരാണോ അത്ര വലിയ യോഗ്യന? എന്റെ യോഗ്യത വേണമെന്ന് തെളിയിച്ചോളാം. തന്റെ പേരിലൊരു കേസുണ്ടായാൽ തന്റെ എല്ലാ ചട്ടത്തരങ്ങളും നമ്മൾ കോടതിയിൽ മണിയായിട്ട് പറഞ്ഞു. തൊട്ടുപോകരുത് കണ്ണാലി. പരസ്പരമുള്ള യുദ്ധമല്ല, സഹകരണമാണ് ഇപ്പോൾ വേണ്ടത്. നമുക്ക് സഹകരിച്ചതൊക്കെ മതിയാ. എനിക്ക് തന്നെ സഹകരണം വേണ്ട. എന്താ ഇത്? വെയിറ്റ് ആൻഡ് ലിസൺ. ഞാൻ പറയുന്ന സമാധാനമായി കേൾക്കുക. രാജീവ് വർമ്മ സമർത്ഥനായ ഒരു ചതുരംഗ കളിക്കാരനാണ്. അവൻ കരുതലോടെ ഓരോ കരുക്കൾ നീക്കി നമ്മളെ ഓരോരുത്തരെയും വെട്ടിക്കൊണ്ടിരിക്കുന്നു. പകരം നമുക്കും
അവനെ ഒന്ന് വെട്ടണ്ടേ? തട്ടാനും കുത്താനും വർമ്മയല്ല മണയുടെ അവകാശി, അത് നാരാക്കുട്ടിയാകുന്നു. വാട്ട്? അല്ലെന്ന് അയാൾ പറയുന്നു. വാടക കൊണ്ടയാണത്രേ. നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ തീർത്തും വിശ്വസിച്ചിരുന്ന ഈ മനയുടെ യഥാർത്ഥ ആധാരം അവൻ നിഷ്പ്രയാസം കണ്ടെടുത്തു. അത് എന്റെ മൂക്കിന്റെ കീഴിൽ നിന്ന്. ഡോക്ടർ, ഇവൻ ഏതായിരിക്കും വകുപ്പ്? മനയുടെ അവകാശിയല്ല വർമ്മയെങ്കിൽ നോ ഡൗട്ട് അവൻ ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി തന്നെ. വക്കീല അല്ല, കള്ളൻ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും കള്ളന്മാർ. ദരിദ്രയും സൂസനും മന ലേലം വിളിക്കാമെന്ന് അതേ ദിവസം തന്നെയാണ് അവനും ഇവിടെ എത്തിയത്, അല്ലേ? അതെ. അപ്പോൾ അവൻ എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ ഫോളോ ചെയ്താണ്. അവന്റെ ലക്ഷ്യം എന്താണെന്നോ? ദരിദ്രയുടെ കൈവശമുള്ള 1.5 കോടി രൂപ തട്ടിയെടുക്കുക. ഇല്ല, ആ ലക്ഷ്യം സാധിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം കാര്യം അല്ല. നമുക്ക് 3 പേർക്കും നേട്ടമുണ്ടാക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു തന്ത്രം ആവിഷ്കരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊലപാതകമാണെങ്കിൽ കൂട്ടി നിൽക്കാൻ നമ്മളല്ല. കൊലപാതകം ഏറ്റുമുട്ടലൊന്നുമല്ല. കംപ്ലീറ്റ്ലി ആംലെസ്, എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. തികച്ചും നിരുപദ്രവകരവും മനഃശാസ്ത്രപരവുമായ തന്ത്രം. ആ തന്ത്രം കൊണ്ട് രാജീവ് വർമ്മയുടെ ലക്ഷ്യത്തിന് സാരമായി മുറിവേൽക്കുകയും ചെയ്യും. പറയോ? താങ്കൾക്ക് വേണ്ടത് കോടിക്കണക്കിന് രൂപ, കമ്മത്തിന് വേണ്ടത് ലക്ഷക്കണക്കിന് കമ്മീഷൻ, എനിക്ക് വേണ്ടത് കോടിക്കണക്കിന് നഷ്ടപരിഹാരവും. പണമാണല്ലോ നമ്മൾ മൂവരുടെയും ലക്ഷ്യം. എന്റെ ഭാര്യ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള പ്രധാന തടസ്സം രാജീവ് വർമ്മയല്ല, സൂസൻ ഫെർണാണ്ടസും അല്ല. വരില്ല എന്ന അവരുടെ ഉറച്ച മനസ്സാണ്. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഭാര്യയുടെ കാര്യമായി മുഴുവൻ കേൾക്കുക. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് അവളുടെ മനസ്സ് മാറ്റാനുള്ള തന്ത്രമാണ്. അതെന്താണ്? ദരിദ്രയുടെ മുറിയിലിരിക്കുന്ന 1.5 കോടി രൂപ നിങ്ങൾ എടുത്തു മാറ്റണം. അതിൽ 1.25 കോടി രൂപ താങ്കൾക്ക് എടുക്കാം, 1/4 കോടി രൂപ കമ്മത്തിന് കമ്മീഷൻ കൊടുക്കാം. ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി നഷ്ടപരിഹാരത്തുക നേടുകയും ചെയ്യും. എനിക്കിത് അങ്ങോട്ട് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. നമുക്കും അതിന്റെ പൊരുൾ പിടികിട്ടുന്നില്ല. സംഭവം മനഃശാസ്ത്രപരമായത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഏതായാലും ആ തുക നിങ്ങൾ കൈക്കലാക്കിയാൽ അത് പിന്നെ നിങ്ങൾക്കുള്ളതാ. പിന്നെ എന്റെ പ്രശ്നം അത് ഞാൻ സ്വയം കൈകാര്യം ചെയ്തു കൊള്ളാം. എന്തു പറയുന്നു? അവരുടെ മുറിയിൽ നിന്ന് പണമെടുത്ത് മാറ്റുന്നത് അത്ര നിസ്സാരമായ പണിയല്ലല്ലോ. അതിനല്ലേ നമ്മൾ കമ്മത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എന്താണോ നമ്മൾ പോരാടും? കമ്മത്ത് അവരുമായി ഇപ്പോഴും നല്ല ടെൻഷനാണല്ലോ. അതുകൊണ്ട് ആ മുറിയിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ ആരും സംശയിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. കമ്മത്ത് വിചാരിച്ചാൽ അത് നടക്കും. എന്താ കമ്മത്ത്? നമ്മൾ വിചാരിച്ചാൽ കാര്യം നടക്കും. പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. പണം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്റെ കമ്മീഷൻ തരുന്നതിന് എന്താണ് പ്രശ്നം? തന്നെ നമുക്ക് അത്ര വിശ്വാസം പോരാ. കമ്മത്ത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി 25 ലക്ഷം രൂപ കമ്മത്തിന് കമ്മീഷൻ തന്നിരിക്കും. എന്താ വിഷയമാണ്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എങ്കിൽ പണമെടുത്ത് തരാവുന്ന നമ്മളും സമ്മതിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ആർക്കും സംശയത്തിന് ഇട കൊടുക്കാതെ വളരെ തന്ത്രപൂർവ്വ കൃത്യം നിർവഹിച്ചിരിക്കണം. മിസ്റ്റർ പട്ടതിരിപ്പാട്, കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ അന്ന് 1.25 കോടി രൂപയുമായി 1.25 ഫ്ലൈറ്റിൽ താങ്കൾ അമേരിക്കയിലേക്ക് യാത്രയാകുന്നു. 10 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന്റെ തെളിവുമായി 10 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ഗൾഫിലേക്കും. 1/4 കോടി രൂപ കമ്മീഷനുമായി കാൽനടയായി നമ്മൾ നമ്മുടെ വീട്ടിലേക്കും യാത്രയാകും. എന്റെ ഭാര്യയുടെ കാഴ്ചശക്തി ഞാൻ നശിപ്പിച്ചു വന്നതിന് നീ ദൃക്സാക്ഷിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ എന്റെ ഭാര്യ അത് വിശ്വസിക്കാത്തിടത്തോളം കാലം ഈ സമൂഹം അത് വിശ്വസിക്കില്ല. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ കൊടുക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടത്തൊന്നുമില്ല. കഴിഞ്ഞ 3 വർഷമായി നമ്മൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. നിന്റെ ദേഹത്തൊന്ന് തൊടാൻ പോലും അനുവദിക്കാത്ത വിശുദ്ധയായ മാലാഖയായിരുന്നല്ലോ നീ. ഇന്ന് നിന്നെ ഞാൻ ആദ്യമായി ഒന്ന് തൊടുന്നു. ഗായത്രി, സത്യത്തിൽ നീ ഭാഗ്യവതിയാണ്. മുറിയിലിരിക്കുന്ന 1.5 കോടി രൂപ നീ എടുത്തുകൊണ്ട് വരിക. നമുക്ക് സുഖമായി ജീവിക്കാം. എന്തു പറയുന്നു?
ഗായത്രി, നീ ഇതുവരെ എവിടെയായിരുന്നു? ചേച്ചി, ഞാൻ അന്ധയാണ്, പക്ഷെ ബെദിരയല്ല. നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ദൗർബല്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും. നീ നശിക്കാൻ പാടില്ല. നമുക്കിപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങണം. ചേച്ചി, പുറത്തെങ്ങും വലവിരിച്ച് ഡോക്ടർ നമ്മളെ കാത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ദാപത്താ. മാത്രമല്ല, രാജീവ് വർമ്മയുടെ സഹായം നമുക്കിപ്പോൾ കൂടിയേ തീരൂ. രാജീവിന്റെ സാന്നിധ്യം നിനക്ക് ഒഴിവാക്കാനാവില്ലെന്ന് പറയൂ. വേണ്ട, നീ വരണ്ട. നിന്റെ സഹായവും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. വേണ്ട. ഇറങ്ങി പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ടായിരുന്നു. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ ഒരുമിച്ചെന്ന്. ആ തീരുമാനത്തിനും അതേ സൂസൻ ഫെർണാണ്ടസിന് യാതൊരു പോലും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇതാ വരുന്നു. ചേച്ചി, ആ പണം ഇരുന്ന പെട്ടി എവിടെ വെച്ചത്? അതൊക്കെ നിന്റെ കയ്യിലായിരുന്നില്ലേ? ആ പെട്ടി കാണുന്നില്ല. കാണുന്നില്ലേ? ഇല്ല, ആ പെട്ടി മാത്രം എങ്ങും കാണുന്നില്ല. നമ്മുടെ മുറിയിൽ നീ അല്ലാതെ മറ്റാരും കയറിയില്ലല്ലോ. എന്തോ എനിക്കൊന്നും അറിയില്ല. ഗായത്രി, ആ ബ്രീഫ് കേസ് എടുത്ത് മാറ്റിയത് നീയല്ലേ? നിങ്ങൾക്കിരുവർക്കും ദൂർത്തടിച്ച് ജീവിക്കാൻ വേണ്ടി മിസ്റ്റർ വർമ്മയല്ലേ നിന്നെ അതിന് പ്രേരിപ്പിച്ചത്? എന്റെ പേരിൽ എന്ത് കുറ്റം വേണമെങ്കിലും ആരോപിച്ചോളൂ. പക്ഷെ നിരപരാധിയായ രാജീവിനെ ഇതിന് വഴിമറയുന്നു. എന്റെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നല്ലേ? നീ എന്നെ ചതിക്കുകയായിരുന്നു. എന്നെ അന്ധയാക്കിയത് നീയാണ്. എന്റെ ഭർത്താവിന്റെ പേരിൽ കള്ളക്കഥയുണ്ടാക്കിയത് നീയാണ്. നിനക്കെന്റെ സമ്പാദ്യമായിരുന്നു ലക്ഷ്യം. ചേച്ചി, നോ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എനിക്ക് അനുജത്തിയല്ല. നീ രക്തദാഹിയായ സൂസൻ ഫെർണാണ്ടസ് ആണ്. വിലപ്പെട്ട കാഴ്ചശക്തി നഷ്ടമായി. ഭർത്താവ് മാനസികമായി അകന്നു കഴിഞ്ഞു. ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യവും നഷ്ടമായി. ഇനി ഒരു ഗതികിട്ടാപ്രേതം പോലെ ജീവിക്കാൻ നീ എന്നെ വിടരുത്. നീ എന്നെ കഴുത്ത് തിരിച്ച് കൊല്ലടി. നിന്റെ ഭർത്താവ് ഡോക്ടർ ശ്രീവാസ് കൃഷ്ണാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോടൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു നഴ്സിന്റെ വാക്കിട്ട് ഇറങ്ങി തിരിച്ചതിന്റെ ദുരന്തം നീ ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന സത്യം നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഞാനിപ്പോൾ വന്നത് നിന്നെ കൊണ്ടുപോയി നഷ്ടപരിഹാര തുക നേടാനൊന്നുമല്ല. അങ്ങനെ സമ്പാദ്യം എനിക്ക് വേണ്ട. ഞാനിപ്പോൾ വന്നത് ഞാൻ എന്നും സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാനാണ്. നീ വരില്ലേ? എന്നോട് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ വരിക, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുക. ഏതായാലും ഇനി ഒരിക്കലും നിന്നെ അന്വേഷിക്കാൻ വരില്ല. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ നിങ്ങളോടൊപ്പം വരുന്നു. അങ്ങനെ പന്ത് വീണ്ടും എൻ്റെ കോർട്ടിലായി. നമുക്ക് കൈ പോറാ, കമ്മീഷൻ വേണം. രണ്ടുപേരും ചേർന്ന് കബളിപ്പിക്കാമെന്ന് കരുതിയല്ല. എന്റെ ഭാര്യയുടെ മുഴുവൻ സമ്പാദ്യമാണത്. 1 കോടി കഴിച്ച് ബാക്കി 1 കോടി രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം.
വടംവലി. ധരിത്രിയുടെ മുറിയിൽ ഇരുന്ന 1.5 കോടി രൂപയല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? അതെടുത്തു മാറ്റത് ഞാനാണ്. അങ്ങനെ 1.25 കോടി രൂപയുമായി 1.25 ഫ്ലൈറ്റിൽ മിസ്റ്റർ ഭട്ടതിരിപ്പാടിനും 10 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിനുള്ള തെളിവുമായി 10 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഡോക്ടർ ശ്രീവാസ് കൃഷ്ണനും 1/4 കോടി രൂപയുടെ കമ്മീഷനുമായി കാൽനടയായിട്ട് കമ്മത്തിനും രക്ഷപ്പെടാനുള്ള പദ്ധതി പൊളിഞ്ഞു. ഞങ്ങളുടെ എല്ലാ ഗൂഢതന്ത്രങ്ങളും നീ ചോർത്തിയെടുത്തു അല്ലേ? ആ പണം കൊണ്ട് നീ പുറത്ത് കിടക്കാൻ ജാമ്യം. നമ്മുടെ കമ്മീഷൻ തരാ നീ ഒരാടി ചളിക്കുള്ള കണ്ണാളി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പണവും പെണ്ണും മോഹിച്ചു വന്ന ഒരു അധോലോക ചക്രവർത്തിയല്ല ഞാൻ. പിന്നെ പലപ്പോഴും നിങ്ങൾ എൻ്റെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥ ഐഡന്റിറ്റി കാർഡ് ഇപ്പോൾ കാണിക്കാം. മാസങ്ങൾക്ക് മുൻപ് ദുരൂഹമായ സാഹചര്യത്തിൽ ഗൾഫിൽ നിന്ന് ഒരു എഞ്ചിനീയർ ഒരു നഴ്സും തിരോധാനം ചെയ്തതായി പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അവരുടെ ബന്ധുക്കളുടെ പരാതിയുമുണ്ടായിരുന്നു. ഞാൻ ആ കേസ് അന്വേഷണത്തിന് വേണ്ടി നിയുക്തനായ CBI ഓഫീസർ KR സുധീന്ദ്രൻ മനയും പറമ്പും വിലയ്ക്ക് വാങ്ങാൻ അവർ ദേവപുരിയിലേക്ക് യാത്ര തിരിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ മനയിൽ അല്പകാലം തങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അങ്ങനെയാണ് നാരായണൻകുട്ടിയെ കണ്ടെത്തുന്നത്. ഒരു വാടക ഗുണ്ടയെന്ന് സ്വയം പരിചയപ്പെടുത്തി തന്ത്രങ്ങളിലൂടെ മനയും പറമ്പും നേടിക്കൊടുക്കാവുന്ന വ്യവസ്ഥയിലാണ് ഞാനും നാരായണൻകുട്ടി ഇവിടെ എത്തിച്ചേർന്നത്. അത് മറ്റൊരു മാനിന്റെ ക്രൂരമായ മുഖം കണ്ടെത്താൻ സഹായവുമായി. ഇങ്ങോട്ട് പോകാൻ അല്പം ധൃതിയുണ്ട്. രണ്ടുപേർക്കും പോകാൻ അല്പം കാലതാമസം വേണ്ടി വരും. സ്വത്തിന് വേണ്ടി 8 പേരെ കൊന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ആരാണ് മിസ്റ്റർ? കിരീടമില്ലാത്ത കാട്ടുരാജാവ്. അതിനൊന്നും തെളിവില്ല. അതൊന്നും നിങ്ങളുടെ അന്വേഷണ പറ്റി വരുന്നതുമില്ല. എന്നെ നിയമം പഠിപ്പിക്കരുത്. ഒരു രാജവമ്പാലയെ തളയ്ക്കാനുള്ള വലയിൽ മറ്റൊരു മൂർഖൻ പാമ്പ് കൂടി വന്നുപെട്ടാൽ ഞാനതിനെ വെറുതെ വിടാറില്ല. പിന്നെ തെളിവിന്റെ പ്രശ്നം. സേതുലക്ഷ്മി, നാരായണൻകുട്ടി, ഖദീജ, ഒടുവിൽ എല്ലാറ്റും കൂട്ടുന്ന ഈ കമ്മത്തും. ഇവരൊക്കെ തെളിവുകളല്ലേ മിസ്റ്റർ ഭട്ടതിരിപ്പാട്? നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും അമേരിക്ക കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാറ്റിനും കൂട്ടുന്ന കമ്മത്തും സമാധാനം പറഞ്ഞാൽ മതിയാവും. ഓ, ധരിത്രി ദേവി ഭർത്താവിനോടൊപ്പം പുറപ്പെടാൻ തയ്യാറായി വന്നിരിക്കാവോ അല്ലേ? നിങ്ങളുടെ മുറിയിൽ നിന്നും ആ പണം എടുത്തു മാറ്റിയത് ഗായത്രി അല്ല, ഞാനായിരുന്നു. സോറി, അതെന്റെ അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഏതായാലും ഭർത്താവിനോടൊപ്പം പോകാൻ നിയമപരമായ ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും. ആവശ്യമുള്ളപ്പോൾ വിളിക്കാം. ഇപ്പോൾ അകത്തേക്ക് പോയിക്കോളൂ. പോയിക്കോളൂ. മിസ്റ്റർ പ്രഭാകരൻ. പ്രഭാകരൻ അതാണ് ഇയാളുടെ യഥാർത്ഥ പേര്. ശ്രീവാസ് എന്ന പേര് ഇയാൾ 6ാമതായി സ്വീകരിച്ചതാണ്. മിസ്റ്റർ, നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കൊന്നും തെളിവില്ല എന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങളെടുത്തിരിക്കുന്ന ഡോക്ടർ ബിരുദത്തിന് തെളിവുണ്ടായിരിക്കണമല്ലോ. താങ്കൾ ഏത് കോളേജിലാണ് പഠിച്ചത്? അത് മണിപ്പാൽ മെഡിക്കൽ കോളേജ്. എല്ലാ വ്യാജന്മാരും ഈ പേര് തന്നെ പറയുന്നു. മണിപ്പാൽ മെഡിക്കൽ കോളേജിനടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലാണ് നിങ്ങൾ ആദ്യമായിട്ട് മരുന്ന് വിൽക്കാൻ നിന്നത്. തുടർന്ന് ഇങ്ങോട്ടുള്ള നിങ്ങളുടെ റൂട്ടിന്റെ ഓരോ സ്കെച്ച് എൻ്റെ കൈവച്ചുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എനിക്ക് അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട കേസ് ധരിത്രിയുടെ പ്രശ്നമാണ്. നഷ്ടപരിഹാരത്വം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും അന്ധയാക്കില്ല. തീർത്തും നിഷേധിക്കുന്നു. ഈ സംഭവത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഉണ്ട്. ആ സംഭവത്തിന് ദൃക്സാക്ഷിയാണ് ഞാൻ. ഏത് കോടതിയിലും തെളിവ് നൽകാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് പിന്നെ കോടതി വെച്ച് കാണാം. അല്ല പിന്നെ അതിനു മുമ്പ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ എന്റെ കൈവശം മറ്റൊരു തെളിവുണ്ട്. അന്ന് നിങ്ങൾ ധരിത്രി ദേവിയുടെ കണ്ണിൽ പ്രയോഗിച്ച അതേ മരുന്ന്. അങ്ങനെ ഒരു തൊണ്ടി സാധനം ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? ഗായത്രി, എടുത്തോണ്ട് വരൂ. ഞാൻ ആരാണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. 10ാമത്തെ വയസ്സിൽ 100 രൂപയ്ക്ക് വേണ്ടി സ്വന്തം തന്തയെ കൊന്നുണ്ടായിരുന്നു നിന്റെ തുടക്കം. മിസ്റ്റർ, പല വേലി ചാടുമ്പോൾ ഒരു കോല് കൊള്ളും, പല കണ്ണെടുക്കുമ്പോൾ ഒരു കണ്ണ് പൊട്ടും. എല്ലാ തെളിവുകളും എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നിമിഷങ്ങൾക്കകം ഈ മന പോലീസ് വലയം ചെയ്തിരിക്കും. അതുവരെ ഒബൈമയോട് എന്തു പറ്റും? എന്റെ മോള് ചുന്ദരിയുടെ ശരീരം ചീഞ്ഞടിഞ്ഞ് മുള്ളംകുള്ളിയിൽ കിടക്കണ തമ്പ്ര. ആദ്യം എന്റെ അപ്പനെ കൊന്ന്, ഇപ്പൊ എന്റെ പൊന്നു മോള് ചുന്ദരിയെ കൊന്ന്.
ചോദിക്കാനും പറയാൻ ആരുമില്ല തമ്പ്രാ. ഏകദേശം ചോദിക്കാനും പറയാൻ ആരുമില്ല തമ്പ്രാ. സുന്ദരിയെ കൊന്ന ഞാനല്ല. അതെ, കമ്മത്തെ എന്തായാലും നിങ്ങൾ കാരണം നമ്മൾ കോടതി കയറാൻ പോകുന്നു. എങ്കിൽ പിന്നെ ഒരു സത്യമെങ്കിലും അങ്ങ് പറയാം. സാർ സുന്ദരിയോട് മനവക ആധാരത്തിൻ്റെ കാര്യം ചോദിക്കുന്നത് പട്ടേരിപ്പാട് കേട്ടു. അന്ന് അവിടെ പുറകെ ചെന്ന് പട്ടേരിപ്പാട് സുന്ദരിയെ കഴുത്ത് ഞെറിച്ച് കൊന്നതാ. പട്ടേരിപ്പാട് അറിഞ്ഞ് എന്നെ കൊല്ലുന്നെങ്കിൽ തമ്പുരാൻ എൻ്റെ അപ്പന് 100 രൂപ കൊടുത്തേക്കണം. സുന്ദരി ചത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അപ്പന് കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കാൻ ആരുമില്ല. മൂപ്പൻ്റെ മുമ്പിൽ 100 രൂപ തപ്പ് ശല്യ എൻ്റെ അപ്പന് വേറൊരു പൊണ്ടാട്ടിയെ കെട്ടാം. അപ്പം പിന്നെ തുന്തരി ഇല്ലേലും അപ്പനൊരു കൂട്ടാവുമല്ലോ. ഇതാണ് നിന്റെ തെളിവ്. എനിക്കെതിരെ തെളിവ് നൽകാൻ ഇവൾ കരുതി വെച്ചിരുന്ന ഔഷധം ഞാൻ ഇവളുടെ കണ്ണിൽ തന്നെ പ്രയോഗിച്ചു. ഇനി എന്താണ് നിനക്ക് തെളിയിക്കാനുള്ളത്? അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ 6-ാം ദിവസം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും. എന്നിട്ട് 7ാമത് മറ്റൊരു പേര് സ്വീകരിച്ച് ഞാൻ എൻ്റെ ജൈത്രയാത്ര തുടരും. നിന്നേക്കാൾ മുകളിൽ കുംഭഗോപുരങ്ങളിൽ ഇരുന്ന് നിന്നെ കൊണ്ട് നീതി നടത്തിക്കുന്ന അധികാര വർഗങ്ങളുണ്ടല്ലോ, അവരെന്റെ വാലാട്ടി പട്ടികളാണടാ. ഇവിടെ ഞങ്ങളുടെ വർഗത്തിന്റെ നിയമം ഞങ്ങൾ ഉണ്ടാക്കുന്നു. അധികാര വർഗത്തിന്റെ നോക്കുകുത്തിയായി നിനക്ക് ആചാരത്തിന് വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്ത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കമാൺ. ശരിയാണടാ, നിന്റെ വർഗത്തെ ഊണുറപ്പ് ഉപേക്ഷിച്ച് വേട്ടയാടി പിടിക്കാൻ ഞങ്ങളെപ്പോലെ കുറെ നിയമപാലകരും തൽക്ഷണം കെട്ടഴിച്ചു വിടാൻ അധികാരമോഹികളായ കുറെ ഭരണാധിപന്മാരും. നിങ്ങൾക്ക് പണവും അവർക്ക് അധികാരവും ആയുധങ്ങളാണ്. ബന്ധും ഭർത്താവും എല്ലാം നിങ്ങൾക്ക് ആയുധങ്ങളാണ്. പക്ഷെ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ ആയുധ പന്തയത്തിന് നടുവിൽപ്പെട്ട് ചതഞ്ഞെറിയാൻ വിധിക്കപ്പെട്ട കുറെ നിസ്സഹായരായ മനുഷ്യരുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കിവിടെ അറസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ തന്നെയാണ്. ഭരണവർഗത്തിൻ്റെയും ജനങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന നമ്മുടെ വർഗത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ നിയമനിഷേധം നടത്തിയ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിയമം അനുസരിക്കുന്നു. ഞാൻ നിരായുധനാണ്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. उत्तिष्ठत जाग्रत प्राप्य वरा निबो